ഞാൻ ഗൾഫിൽ നിന്നൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് നാട്ടിൽ സെറ്റിൽ ചെയ്ത് അച്ഛൻ്റെ JCB, ടാച്ചി അങ്ങനെയുള്ള സർവീസുകളൊക്കെ വഴി പരിപാടിയിലേക്ക് മുന്നോട്ട് പോകുക. ഒരു കൊറോണ കഴിഞ്ഞിരുന്ന ലാസ്റ്റ് സമയമാണ്. ആ സമയത്താണ് ഞാൻ എന്റെ അച്ഛനോട് ബിസിനസ് പറയാനാണ് ഇവിടെ നമ്മുടെ ഭവനി സാറൊക്കെ ഒന്ന് പരിചയമുണ്ടാവും. ഭവനി സാറ് അതുപോലെ സതീഷ് സാറ് അവരൊക്കെ രണ്ടുപേരാണ് എന്റെ വീട്ടിലേക്ക് വരുന്നത്. എന്റെ അച്ഛനെ കാണാൻ വേണ്ടി വരിക. പിന്നെ ഒരു പിക്ചറിലേ ഇല്ല. അപ്പൊ നമ്മൾ ഇതിൽ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏതൊരാളോടും ബിസിനസ് പറയാൻ പോകുമ്പോൾ ഒരു മുൻവിധി എന്ന സാധനം നമ്മൾ വെക്കരുത്. മുൻവിധി പലർക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നം മുൻവിധി. അവരുണ്ടാവും, അയാൾ ചെയ്യൂല, അയാൾ ഭയങ്കര ദിവസം തിരക്കായിട്ട് പോകുന്ന ആളാണ്, മൂപ്പരെ കിട്ടൂല, മൂപ്പര അനിയനോട് പറയാം, അല്ലെ മൂപ്പര വൈഫിനോട് പറയാൻ നന്നാവുക. ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഓരോ മൈൻഡ് സെറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ പലപ്പോഴും നമ്മൾ ഓരോരുത്തരെയും ബിസിനസ് കാണുക. പക്ഷെ അതൊക്കെ മാറ്റി തെളിയിച്ചുകൊണ്ടുള്ളൊരു അനുഭവമാണ് എനിക്കുള്ളത് നിങ്ങളോട് പറയാനുള്ളത്. കാരണം എന്റെ അച്ഛനോട് പറയാൻ വെച്ച ഈ ബിസിനസ് അച്ഛനോട് അവർ എന്റെ വീട്ടിലെത്തുന്ന ഡൈനിങ് ഹാളിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവർ കയറി വരുമ്പോൾ തന്നെ ഞാൻ വൈഫിനോട് പറയുന്നുണ്ട്, ഇത് സതീഷ് സാറും വനീഷിനും എനിക്കൊന്നും പരിചയമില്ല, പിന്നെ സതീശനെ അറിയാം, മൂപ്പര് വരുന്നുണ്ടല്ലോ, അപ്പൊ എന്തോ ഒരു ഉടായ്പ പരിപാടിയിട്ടാണ് വരുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ എല്ലാം ആത്തുണ്ടെന്ന് ഞാൻ പറയണ്ട, ഈ ഓരോ പറഞ്ഞ നമ്മൾ പോയിക്കോട്ടെ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയിരുന്ന സമയത്ത് ഇവര് ഈ ബിസിനസ് ഒക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട്, അച്ഛനോട് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് നമുക്കറിയാലോ, ഈ പ്ലാൻ പറയാൻ വന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂറൊക്കെ, അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ആവും ഇവരിങ്ങനെ ഫോളോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ. ഒരു നിവൃത്തിയിൽ എനിക്കാണെങ്കിൽ പുറത്ത് പോകണ ആവശ്യമുണ്ട്. ഞാൻ അങ്ങനെ ഡൈനിങ് ഹാൾ കൂടി ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കടന്ന് എല്ലാവരും കാണാണ്ട് പോകാൻ നിൽക്കുന്ന സമയത്താണ് ഭവനി സാർ പറയുന്നത്, അത് മകനല്ലേ, എന്താ ചെയ്യുന്നു ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ല ഒരു 5 മിനിറ്റ് ഇരിക്കാൻ പറ്റുമോ ചോദിച്ചിട്ടോട്. ഞാൻ പറഞ്ഞു, അയ്യോ ഇവിടെ എനിക്ക് അർജന്റായിട്ട് പോകേണ്ട ആവശ്യമുണ്ട്. അല്ല ജസ്റ്റ് 2 മിനിറ്റ്, നിങ്ങൾ ബിസിനസ്സിന് ചെയ്യാനല്ല, അച്ഛന് ഈ മൊബൈലിൽ ആപ്പൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നിരുന്നാൽ മതിയായിരുന്നു. അപ്പൊ ഒരാൾ ഇങ്ങനെ പറയല്ലേ, നമ്മൾ കുറച്ചവിടെ ഇരുന്നു. ഇരുന്ന ഇരുത്താണ് ഇപ്പൊ ഞാൻ വടങ്ങ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്ന ഇരുത്തം 5 കൊല്ലമായിട്ട് അപ്പോ അങ്ങനെ ആ ഒരു 5 മിനിറ്റ് ഇരുന്നുകൊണ്ട് എന്നോട് ബിസിനസ് പറഞ്ഞ് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അന്ന് 7,500 സാധനം അന്ന് എന്റെ ഫാദർ എടുത്ത് 7,500 പ്രൊഡക്റ്റ് ഞാനും എടുത്തു. ഞങ്ങൾ രണ്ടാളും 7,500 പ്രൊഡക്റ്റ് എടുത്തു. പക്ഷെ അച്ഛന്റെ പ്രൊഡക്റ്റ് 7,500 പ്രൊഡക്റ്റ് അന്ന് ഈ കട്ടിനടിയിൽ ഇങ്ങനെ വെച്ചിരുന്നു. ഞാനിത് എന്റെ വണ്ടിക്കാർക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഈ സാധനം കവചപ്രാശം, അന്ന് നമ്മളെ കോവിഡ് സമയമൊക്കെ കൊണ്ട് കവചപ്രാശം കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് അതിന് ചെറിയ പ്രോഫിറ്റ്. ഞാൻ അന്ന് വിചാരിച്ച ഒറ്റ കാര്യമായിരുന്നു, എന്റെ വണ്ടിക്ക് ഒരു ആക്സസ് വണ്ടി ഉണ്ടായിരുന്നു, ആ ആക്സസ് വണ്ടിന്റെ ആ ഒരു ഡിക്കി പറഞ്ഞിട്ട് അതിൽ കുറച്ച് കവചപ്രാശം കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഡ്രൈവർമാർക്ക് ഇവരൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പെട്രോൾ അടിക്കാനുള്ള പൈസ ഇതിൽ കിട്ടല്ലോ എന്നുള്ള ഒറ്റ മൈൻഡ് സെറ്റ് കൊണ്ടാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഈ 7,500 പ്രൊഡക്റ്റ് ഞാൻ കൊടുത്തപ്പോൾ സാധനം എന്റെ കയ്യിലില്ല, ബാക്കിയില്ല. പിന്നെ അച്ഛന്റെ ആ വിട്ടി പറഞ്ഞിട്ട് ആ 7,500 പ്രൊഡക്റ്റ് ഞാൻ വിറ്റ്. അങ്ങനെ ഭവനി സാർ പിന്നെ എന്നെ ഫോളോ അപ്പ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ ഞാൻ 50,000 പ്രൊഡക്റ്റ് എടുത്തു. 50,000 പ്രൊഡക്റ്റ് എടുത്ത് ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത. പക്ഷെ അച്ഛൻ ആ 7,500 പ്രൊഡക്റ്റ് എടുക്കുന്നല്ലാണ്ട് ഒരു സംഗതി പോലും അച്ഛൻ്റെ ഐഡിയ ഇപ്പോഴും ഉണ്ട്, പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു സംഭവം ചെയ്യാണ്ട് ഞാനാണ് ഈ ബിസിനസ് ചെയ്തത്. പേശം ഒരു മൊത്തത്തിൽ ടോട്ടൽ ടേൺ ഓവർ വെക്കണൊക്കെ 1.5 കോടിന്റെ ബിസിനസ് ഒരു 5 വർഷം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാളെ പിക്ചറിൽ കാണും കൂടി ചെയ്യാതെ യാദൃച്ഛികമായിട്ട് വരുന്ന ഒരാളായിരിക്കും നമ്മുടെ ബിസിനസ്സിൽ നമ്മളെ ടേൺ ഓവർ വരുത്താനും നമ്മളെ ഭാവി മാറ്റിമറിക്കാനും നമ്മളെ സ്വപ്നങ്ങൾ നിറവേറ്റാനും ഉണ്ടാവുന്ന ഒരാളായിരിക്കും ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. പുതിയ ആളുകളുണ്ട്, എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആരെയും കൊച്ചായി കാണണ്ട. ഏതൊരു വ്യക്തിയും ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. അല്ലാണ്ട് നമ്മൾ പോയിട്ട് ആദ്യമേ പോയി സെലക്റ്റീവ് ആവണ്ട. അവരെ വേണ്ട, ഇവര് വേണ്ട, നമ്മളതൊന്നും വേണ്ട. നിങ്ങൾ ലിസ്റ്റ് ഇടാൻ, നമ്മൾ ലീഡേഴ്സ് പറയുന്ന ലിസ്റ്റ് ഇടാൻ പറയുമ്പോൾ ആ ലിസ്റ്റ് നിങ്ങൾ മേക്ക് ചെയ്തോളുക. ഒരു സംശയവും വേണ്ട. ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നമ്മളെക്കാടും വലിയ സ്വപ്നങ്ങളും നമ്മളെക്കാടും ഒരു ആഗ്രഹങ്ങളൊക്കെ ഉള്ള ആളുകളായിരിക്കും വ്യക്തി വരുന്നുണ്ടാവുക. നമുക്ക് ആർക്കും അവരെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്കോട് പറയാനുള്ളത്. ഇതിൽ ആദ്യമായി ചെയ്യേണ്ട കാര്യം, പല ലീഡേഴ്സ് പറയും നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ പറയുക, നമുക്ക് ലിസ്റ്റ് ഇടാൻ പറയും. നിങ്ങൾ കുറച്ച് 10-50 ആളുകൾ ലിസ്റ്റ് ഇടി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരും പറയാം ലിസ്റ്റ് ഇടാം. പലരും ഒഴിഞ്ഞു കഴിഞ്ഞ് കളിക്കും. കാരണം സാർ എന്റെ മൊബൈലുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്, ആരൊക്കെ പോകേണ്ടത് ഓർമ്മ, ഇതൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇതിൽ ചെയ്യേണ്ട ഒരു കാര്യം കമ്പനി തന്നെ പറയുന്നുണ്ട്, ലിസ്റ്റ് ഫസ്റ്റ് മസ്റ്റ്. നിങ്ങൾ ലിസ്റ്റ് ഇട്ടേ പറ്റൂ. ഇന്നിൽ കേട്ടിരിക്കുന്ന ആൾക്കാർ ആർക്കെങ്കിലും ലിസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ലിസ്റ്റ് മേക്ക് ചെയ്തോളി. ലിസ്റ്റ് കൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. കാരണം നമ്മളെ ഓർമ്മയിൽ വെക്കുന്നത് ഒരു 10 ആളെ നമ്മളെ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ നമ്മളത് എഴുതി വെച്ചിട്ടില്ലെങ്കിൽ അയാളെ നിങ്ങൾ മിസ് ചെയ്യും. അത് വേറെ ആരെങ്കിലും ആ ആളെ പൊക്കി കൊണ്ടുപോകും. നിങ്ങൾ നളന്തയിലൊക്കെ, അല്ലെങ്കിൽ നളന്തയിലോ മലപ്പുറം GTSലൊക്കെ വരുന്നപ്പോൾ കാണാം പലർക്കും അനുഭവങ്ങൾ ഉണ്ടാകും. എനിക്ക് ഒരുപാട്, എന്റെ ടീമിൽ ഒരുപാട് അനുഭവമുണ്ട്. നമ്മൾ പ്ലാൻ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിൽ വെച്ച ആളുകൾ മറ്റുള്ള ആളുകൾ കൂട്ടി അവിടെ വന്നിട്ടുണ്ടാവും. നമ്മൾ വെറുതെ ഒരു ചിരിക്കും. ഒരു ചിരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ആളെ നളന്ത ചെന്നിട്ടോ അല്ലെങ്കിൽ GTS ചെന്നിട്ടോ നിങ്ങൾ പരിചയമുള്ള ആളെ കണ്ടിട്ട് നിങ്ങൾ ചിരിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ കൂട്ടി വന്നെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഗുണമുള്ളൂ. വേറെ ആരെയും കൂട്ടി വന്നെങ്കിൽ അത് ഓരങ്ങ് കൊണ്ടുപോകും. രോഗിയൊക്കെ പറയാം. പക്ഷെ അതിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരാൾ നിങ്ങൾ ഓരോ കൂടെ തന്നെ നമ്മുടെ ഈ പ്രൊട്ടക്ഷനുമായി ഒരാളുണ്ടാവും കൂടെ. ആ ആള് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കാര്യമില്ല.
നമ്മളെ അമ്മായിയാണ് മലാണെന്നും ആര് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്ത് കുടുംബക്കാരാണെങ്കിലും വേറെ ആരെയും കൊണ്ടുവന്നിരുന്നത് അവരുടെ ടീമാണ്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളെ ലിസ്റ്റിൽ നിന്ന് ഒരാൾ പോലും ഒഴിഞ്ഞു പോകുന്നില്ല എന്നുള്ളത് ഞാൻ എല്ലാവരോടും പ്ലാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പരിചയമുള്ളവരോട് മുഴുവൻ ഞാൻ പ്ലാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ടീമിൽ വന്ന അവർക്കൊക്കെ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആരെയും മിസ് ചെയ്യരുതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരാൾ പോലും നിങ്ങളുടെ അടുത്ത് ഒഴിഞ്ഞു പോലും. അതല്ലാത്ത ആളുകൾക്ക് വളരെ നിരാശപ്പെടേണ്ടി വരും. കാരണം നമ്മളെ കൂടെ വരേണ്ട ആളുകൾ, വലിയ കോടികൾ ടേൺ ഓവർ ആക്കേണ്ട ആളുകൾ, ഭാവിയിൽ വരേണ്ട ആളുകൾ, വലിയ വലിയ ലീഡേഴ്സ് ആവേണ്ട ആളുകൾ മറ്റുള്ള ടീമിലേക്ക് പോകും. വളരെ നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ വരുന്ന ആളുകളായിരിക്കും ചിലപ്പോൾ വേറെയുള്ള ആളുകൾ കൂടെ ബിസിനസ്സിൽ ജോയിൻ ചെയ്ത് പോകുന്നുണ്ടാകുക. അത് വളരെ ശ്രദ്ധിക്കുക. ഇനി ഞാൻ രസകരമായി പറയുകയാണെങ്കിൽ എനിക്കിന്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ ഞാൻ എന്റെ ടീമിനൊക്കെ പറഞ്ഞൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം കേട്ടോ, ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. കുറെ ആൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് ഇത് വന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും പുതിയ ആളുകൾക്ക് വേണ്ടി ഞാൻ ഒരു കഥ പറഞ്ഞില്ല. ഞാൻ കഥ പറയാനാണ്, ഇത് വളരെ റിയലായി നടന്ന കാര്യമാണ്. ഞാൻ STC ആയ സമയത്താണ്, STC ആയി കുറച്ചൊരു 5-6 മാസം കഴിഞ്ഞ സമയത്ത് ഞാൻ തൊണ്ടയാട്, ഞാൻ പറഞ്ഞില്ല JCB കയ്യിലുള്ള നമ്മളെ വർക്കുകളെ കൊണ്ട് ഒരു സൈഡായിട്ട് ഞാൻ രാവിലെ ഡീസൽ കൊടുക്കാനും കാര്യങ്ങളൊക്കെ ഞാൻ പോകും. ആ പോകുന്ന സമയത്ത് ഞാൻ തൊണ്ടായി ബൈപ്പാസിന് ചെറിയൊരു പോക്കറ്റ് റോഡ് ഉണ്ട്, ടാറിട്ട് റോഡാണ്. രാത്രി 9 മണിക്കായിട്ടുണ്ട്. ആ പോകുന്ന സമയത്ത് ഒരു റോഡിലേക്ക് പോയി. അന്ന് തേങ്ങയ്ക്ക് ഭയങ്കര വിലയുള്ള സമയമാണ്. നല്ല വില നോക്കണം, വെളിച്ചെണ്ണ പോകുന്ന 450 റുപ്യയുടെ സമയം. അപ്പൊ ഈ റോഡിലുണ്ട് വലിയൊരു തേങ്ങ വീണെടുക്കുക. ഈ റോഡിൽ കിടക്കുക, ഏതൊരു പറമ്പിൽ നിന്ന് ഇങ്ങനെ വീട് റോഡിലേക്ക് വന്ന് കിടക്കുക. ഞാൻ വണ്ടി ഇങ്ങനെ വരുമ്പോൾ വലിയൊരു തേങ്ങ ഉണ്ടെമ്പോൾ ഞാനത് നിർത്തി. നമ്മൾ സ്വാഭാവികമായി നാട്ടുമ്പുറത്തൊക്കെ റോഡിൽ തേങ്ങ കാണുമ്പോൾ നമ്മൾ വണ്ടി കൈ പോകുമ്പോൾ രാവിലെയൊക്കെ പോകുമ്പോൾ ഞാൻ വണ്ടി എടുത്ത് വെക്കും. എനിക്കത് ആവശ്യമുള്ളത് കൊണ്ട് ഞാനത് എടുത്തിട്ട് തേങ്ങ എടുത്തിട്ട് ഡിക്കിയിലാണ് കൊള്ളുന്നില്ല സാധനം. ഇതങ്ങോട്ട് വെച്ച് വലിയ തേങ്ങ, ഇത് ഡിക്കി ഇങ്ങോട്ട് അമരുന്നില്ല. എങ്ങനെയൊക്കെ കുത്തി അങ്ങോട്ട്. പക്ഷെ ഈ തേങ്ങ എടുക്കുമ്പോഴൊക്കെ, ഈ തേങ്ങ ഞാൻ എടുത്ത് നിൽക്കുമ്പോഴൊക്കെ കോളേജിലെ കുട്ടികളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, സ്കൂൾ ബസ് പോകുന്നുണ്ട്, കോളേജിലെ കുട്ടികൾ വരുന്നുണ്ട്. ഞാൻ ഇതൊന്നും നോക്കാൻ. പക്ഷെ എങ്ങനെയാന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഒരു മീറ്റിങ്ങിന്, ഭവനി സാർ വിളിച്ച മീറ്റിങ്ങിന് പോകാൻ വേണ്ടി പുറപ്പെട്ട് ഇൻസൈഡ് ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. പോയി തിരിച്ചു വരുമ്പോൾ ഇൻസൈഡ് ചെയ്ത് വരുമ്പോഴാണ് ഞാൻ ഈ തേങ്ങ എടുത്ത് കഴിഞ്ഞ് പെട്ടിയിലിട്ട് അമരുന്നത്. ആളുകൾ കാണുന്നൊക്കെ ഉണ്ട്. എനിക്കിന്റെ ആവശ്യം ഒരു തേങ്ങ എനിക്ക് റോഡിൽ കിട്ടി, അത് എടുത്ത് കഴിഞ്ഞ് പെട്ടിയിലിട്ട് എട്ടി കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ വീട്ടിലിവിടെ എത്തി ഞാൻ ഡിക്കി തുറന്നു കഴിഞ്ഞ് തേങ്ങ എടുത്ത് പുറത്തേക്ക് വെച്ചപ്പോൾ എന്റെ വൈഫ് വെച്ച്, അല്ല നിങ്ങൾ ഈ STC ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളല്ലാത്തവർ തീരെ കുറവില്ലേ, റോഡുമെന്നൊക്കെ തേങ്ങ എടുത്ത് കഴിഞ്ഞാൽ ഇതിലുള്ള ആൾക്കാർ ആരെയും കാണുമ്പോൾ കണ്ടാൽ നിങ്ങൾ വലിയ കുറെ കാര്യങ്ങളൊക്കെ പറയാൻ പോകുമ്പോൾ ഞാൻ പോയിക്കുമ്പോൾ നിങ്ങൾ ഈ തേങ്ങയൊക്കെ എടുക്കുന്നതാണോ ബീസാറില്ല, തേങ്ങ എടുത്ത് കഴിഞ്ഞാൽ വീട്ടിലാക്കുന്ന ആരെയും കണ്ട് ഞാൻ മോശമില്ല. ഞാൻ പറയാം എന്ത് മോശം, ഞാൻ അങ്ങനത്തെ ഒരു മോശം, എനിക്ക് അങ്ങനത്തെ ഒരു കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്കൊരു തേങ്ങ ആവശ്യമുണ്ട്, ഇനി അത് കണ്ടപ്പോൾ ഞാനത് എടുത്ത് അത് വെട്ടിയിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഞാൻ നോക്കും മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു, അവരെന്ത് വിചാരിക്കുന്നു, ഇവരെന്ത് വിചാരിക്കുന്നു ഞാൻ വിചാരിക്കാൻ പാടില്ല. ശരിക്കും ബിസിനസ്സിലും വിചാരിക്കേണ്ടത് തന്നെയാണ്. അവരെന്ത് വിചാരിക്കുന്നു, ഇവരെന്ത് വിചാരിക്കുന്നു, നമ്മൾ നോക്കി നിന്നാൽ നമുക്കൊന്നും നേടാൻ കയ്യിലൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതിൽ നിങ്ങൾ വേറൊരു പോയിന്റ് മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ തേങ്ങ എടുത്ത സമയത്ത് വളരെ രസകരമായ വേറൊരു കാര്യം, ഇതുപോലെ തന്നെ ഞങ്ങളെ നാടിന്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ ഈ ഒരു കഥ പറഞ്ഞ സമയത്തായിരുന്നു നമ്മളെ ദീപക് സാറിന് പരിചയമുണ്ടാവും എനിക്കറിയില്ല, കക്കോളിൽ ദീപക് സാർ SLTC റാങ്കില. മൂപ്പർ ഇതേമാതിരി ഒരു തേങ്ങ മൂപ്പർക്ക് മൂട്ടോളി ഇതേമാതിരി റോഡുമിൽ വീണ് കിടക്കണ്ടെങ്കിൽ ഈ മൂട്ടോളിൽ നിന്ന് റോഡുമിൽ തേങ്ങ കിടക്കും. മൂപ്പർ ഇങ്ങനെ അടുത്ത ഭാഗത്ത് കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് തേങ്ങ ഉണ്ടാവും. മൂപ്പർ വണ്ടി സൈഡാക്കി റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം തേങ്ങ എടുക്കണമെങ്കിൽ. റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി വണ്ടി വരുന്നുണ്ടോ നോക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി മൂപ്പർ റോഡ് ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ തേങ്ങ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് തേങ്ങ കാണാനില്ല. ഈ തേങ്ങ മൂപ്പർ തിരിച്ചു നോക്കിയ പണ്ട് ഒരു സൈക്കിളാരെ ഈ കേരിയറിന്റെ മുകളിൽ തേങ്ങ കുടുക്കിയിട്ട് ഇങ്ങനെ പോവുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു വന്നില്ല, ഞങ്ങൾ ഈ ഒരു സംഭവം കണക്ട് ചെയ്യേണ്ടത്, ആവശ്യക്കാർ മാർക്കറ്റിൽ ഒരുപാടുണ്ട്. നമ്മളെ ഒരു കണ്ണ് അങ്ങോട്ടും അങ്ങോട്ടും തെറ്റുമ്പോഴത്തേക്ക് നമ്മളെ ഈ സാധനം എടുത്തിട്ട് ആള് പോകാനുണ്ട്. നമ്മളെ കാത്തിരിക്കില്ല, ഒന്നും കാത്തിരിക്കില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, റോഡൊന്ന് ക്രോസ് ചെയ്ത് മൂപ്പരത് എടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് ആവശ്യക്കാരൻ വന്നിട്ട് ഇതിനുള്ളിൽ സൈക്കിളിനുള്ളിൽ വെച്ച് നമ്മൾ കൊണ്ടുപോയി. അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കഥ അല്ല, ഈ ഒരു കഥയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മാർക്കറ്റിൽ ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകൾ നമുക്ക് വേണ്ട സാധനങ്ങൾ, നമുക്ക് വേണ്ട ആളുകൾ, നമ്മളെ ബിസിനസ്സിൽ നമ്മളെ കൂടെ വരേണ്ട ആളുകളെ നമ്മൾ ഒരു നിമിഷം നമ്മൾ തെറ്റിപ്പോയാൽ അവരെ കൂടെ കൂട്ടിപ്പോകും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ പുതിയ ആളുകളിലേക്ക് നമ്മളെ ബിസിനസ് അവസരം എത്തിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാക്സിമം ടീമിനെ ഡെവലപ്പ് ചെയ്ത്, ടീം ഉണ്ടെങ്കിലേ നമുക്ക് ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ടീമാണ് നമ്മുടെ ശക്തി. ഈ ടീമിനെ നല്ല രീതിയിൽ കൊണ്ടുപോകുക, അതായത് നമ്മളെ കുടുംബത്തിൽ നമ്മൾ എങ്ങനെയാണോ നമ്മളെ കുടുംബത്തിൽ നമ്മൾ കൊണ്ടുപോകുന്നത് വളരെ സന്തോഷമായിട്ട്, അവർക്കൊരു പ്രയാസമില്ലാത്ത രീതിയിൽ എന്ത് കാര്യങ്ങൾ സംസാരിക്കുന്നതായിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മൾ പോവുക. നമ്മൾ പല ടൈപ്പിലുള്ള ആളുകളായിരിക്കും. ഞാൻ ഈ ബിസിനസ്സിൽ മനസ്സിലാക്കിയ കാര്യം എന്താ പറയുക, ഇതിൽ ഏറ്റവും നല്ല ഗുണം നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്.
നല്ല റിലേഷൻഷിപ്പ് നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഞാനൊക്കെ ഒരുപാട് അനുഭവങ്ങൾ കേട്ടോ. ഇത്ര 4-5 വർഷത്തിനുള്ളിൽ ഞാൻ ഒരുപാട് സ്ഥലത്ത് നിന്ന് പ്ലാൻ പറയാൻ പോയിട്ടൊക്കെ വണ്ടി പെട്രോൾ ഇല്ലാണ്ടൊക്കെ ആയിട്ട് കുടുങ്ങിപ്പോയി എത്രയോ സ്ഥലങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ ഓരോ ധാരണയിൽ ചിലപ്പോൾ പെട്രോൾ അടിക്കാനൊക്കെ മറന്നു വെച്ചാൽ എവിടെയും കൂടി ഏത് സ്ഥലത്തുനിന്ന് കുടുങ്ങിയാലും അവിടുത്തെ ആ ഒരു നോക്കിയാൽ ലൊക്കേഷൻ നോക്കിയാൽ അവിടെ ഏതെങ്കിലും ഒരു ലീഡറോ ഒരു അസോസിയേറ്റോ ഉണ്ടാവും. ഓരെ ആരെങ്കിലും ഒന്ന് വിളിച്ചാലടാ ഞാൻ അങ്ങനെ കുടുങ്ങിയിരിക്കുന്നു പെട്രോളിന്. സാറേ നിങ്ങൾ എവിടെയുള്ളത്? ഒരു 10 മിനിറ്റ് കേട്ടോ അറേഞ്ച് ചെയ്യാം. ഒരു 10-12 മിനിറ്റ് അല്ലെ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു കുപ്പി 1 ലിറ്റർ പെട്രോൾ വാങ്ങിയിട്ട് വരുന്ന അവസ്ഥ നമുക്കുണ്ട്. പക്ഷെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മുടെ കുടുംബത്തിലെ ഏതെങ്കിലും പിള്ളേരോട് പറഞ്ഞാൽ എടാ ഞാൻ അങ്ങനെ കുടിയാണ്, നിങ്ങളെ എങ്ങനെ എവിടെയും പോയി ബസ്സിനാണ് ഓട്ടോഷട്ട് പിടിച്ച് പോയി കൊടി അറിയും. നമ്മളെ കുടുംബത്തിലെ ഏതെങ്കിലും പിള്ളേരോടൊക്കെ വിളിച്ചു പറഞ്ഞാൽ അതേണ്ട ഉറപ്പാ ഒരതേ പറയുള്ളൂ. അല്ല ഞാനിതാ വേറെ ഞാൻ പടുത്ത് കയറിപ്പോയി, അല്ല ഞാൻ ഇവിടെ പോയി, വെറുതെ പറഞ്ഞു ഒരാളും സഹായിക്കാൻ വരില്ല. പക്ഷെ നമ്മളെ ടീമിലുണ്ടല്ലോ, ഈ ടീമിൽ നമ്മൾ എവിടെ കുടുങ്ങിപ്പോയാലും നമ്മളെ സഹായിക്കുന്ന കുറെ ആളുകൾ. അതാ പറഞ്ഞു ഞാൻ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മേഖല അത്. പിന്നെ അടുത്തൊരു കാര്യം, നമുക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ എത്ര ദേഷ്യമുള്ള ആൾക്കാരായിരുന്നു, നമ്മൾ പല ടൈപ്പുള്ള ആൾക്കാരായിരുന്നു, നമുക്ക് ഒരു പോസിറ്റീവ് മെന്റാലിറ്റി, ഒരു പോസിറ്റീവായിട്ട് നമുക്ക് എല്ലാവരോടും സംസാരിക്കാനും പെരുമാറാനും നമുക്ക് കഴിയുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് നമുക്ക് കിട്ടിയത് മൈലേജിൽ കൂടെ തന്നെയാണ്, ഈ ഒരു ബിസിനസ് കൂടെ തന്നെയാണ്. കാരണം നല്ല ഒരുപാട് പോസിറ്റീവ് ഉള്ള ആളുകൾ എല്ലാവരോടും സംസാരിക്കുമ്പോൾ എല്ലാവരും കണ്ണിൽ നല്ല തിളക്കം. കാരണം പോസിറ്റീവായി ചിന്തിക്കുന്ന കുറെ ആളുകളെ കൂടെ നമ്മൾ കൂടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ നമ്മൾ ഓട്ടോമാറ്റിക്കായി പോസിറ്റീവ് ആവും. ആ ഒരു സംഭവം നമ്മുടെ ടീമിൽ എല്ലാവർക്കും അത് ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു ടീമിന് ഉണ്ടാക്കാൻ നിങ്ങൾ കഴിയട്ടെ എന്നാണ് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്. പിന്നെ ദേഷ്യമൊക്കെ ഒരുപാട് ഈ ബിസിനസ്സിൽ വേണ്ടാത്തൊരു സാധനമാണ് ദേഷ്യം. ദേഷ്യം എന്നുള്ള സാധനം പലർക്കും നമ്മൾ പറയില്ലേ, നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ നമുക്കൊക്കെ ദേഷ്യമുള്ള ആളുകൾ തന്നെയാണ്. നമ്മുടെ വീട്ടിലായാലും എന്തെങ്കിലും നമുക്ക്, പക്ഷെ ദേഷ്യം നിയന്ത്രിക്കാൻ നമുക്ക് പറ്റില്ല. ഈ ബിസിനസ്സിൽ നമുക്ക് വിജയിക്കാൻ കഴിയില്ല. ദേഷ്യം നമ്മൾ നിയന്ത്രിച്ചേ പറ്റൂ. അതിന് ദേഷ്യം നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മളാണ് ഈ ബിസിനസ് ഇല്ലാണ്ടായി പോവുക. നമ്മളിപ്പോ നമ്മളെ അസോസിയേറ്റ് എന്തെങ്കിലും പറഞ്ഞ് നമ്മളെ ലീഡർ എന്തെന്ന് പറഞ്ഞു, ലീഡർ പറയുന്നതിനാ, ലീഡർ എന്ത് പറയുന്നുണ്ടെങ്കിൽ ലീഡർ നമുക്ക് വേണ്ടി. നാളെ ലീഡറിനോട് ഞാനൊക്കെ പഠിച്ചത് ലീഡറിനോട് പറയുകയാണെങ്കിൽ നാളെ കക്കോടി പാലത്തിനടുത്ത് അങ്ങോട്ട് ചാടി ചാടിക്കുന്നു പറഞ്ഞാൽ ഞാൻ അങ്ങനെ എടുത്ത് ചാടും. കാരണം കണ്ണടച്ച് ലീഡറെ വിശ്വസിക്കുക എന്നുള്ളതാണ്. ലീഡർ നമ്മൾ വിശ്വസിക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ നമുക്ക് ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയില്ല. ലീഡർ ഒരിക്കലും നമ്മൾ നശിച്ചു പോകാൻ ലീഡർ ഒരു വാക്ക് പോലും നമ്മളോട് പറയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കക്കോടി പാലത്തിനടുത്ത് വെള്ളത്തിൽ നീ ചാടിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത് ചാടും. കാരണം എന്തുകൊണ്ടാ, ലീഡർ ഞാൻ ചാവാൻ വേണ്ടി പറയില്ല. ചിലപ്പോൾ ലീഡർ താഴെ ഈ പാലത്തിന്റെ അടിയിൽ ചൂണ്ടലിട്ടിരിക്കുന്ന ആയവരുണ്ടാവും, അയാളെ നീ പ്ലാൻ പറഞ്ഞോ, അയാൾ ഇതിന്റെ കൂടെ പോരും വിചാരിച്ചിട്ടാണ് എന്നോട് എടുത്ത് ചാടാൻ പറയുന്നുണ്ടാകുക. ഞാൻ അങ്ങ് ചാടും. ഇതുപോലെയാണ് നിങ്ങൾ ലീഡർ നിങ്ങളോട് എന്ത് പറയുന്നുണ്ടോ അത് നിങ്ങൾ അനുസരിച്ചുകൊള്ളുക. കാരണം അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും, യാതൊരു സംശയവും വേണ്ട. നേരത്തെ ഞാൻ പറഞ്ഞ ദേഷ്യം നമ്മൾ ഒരുപാട് കൺട്രോൾ ചെയ്തേ പറ്റൂ. പലർക്കും ദേഷ്യം ഉണ്ടാവും, ദേഷ്യവും കോപമൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. എന്തെങ്കിലും പറയുമ്പോൾ ദേഷ്യം പിടിക്കുക, ലീഡർ എന്തെങ്കിലും പറയുമ്പോൾ ദേഷ്യം പിടിക്കുക, അസോസിയേറ്റ് എന്തെങ്കിലും സാധനം കൊടുത്തിട്ട് അത് വേണം തിരിച്ച് മാറ്റി തരണം എന്ന് പറയുമ്പോൾ നമുക്ക് ദേഷ്യം പിടിക്കുക. ഇങ്ങനെ ദേഷ്യങ്ങളൊക്കെ നമ്മൾ നിയന്ത്രിച്ച് പലരും, എല്ലാവരും ഇല്ല, ചില ആളുകൾക്കൊക്കെ പെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ദേഷ്യമുള്ളവരുണ്ടാവും. ഇവരൊക്കെ ദേഷ്യം മാറിയില്ലെങ്കിൽ നമ്മൾ തന്നെ ഈ ബിസിനസ്സിൽ നമ്മൾ ഇല്ലാണ്ടായി പോകും. അതിന് ഞാൻ ഒരു ചെറിയൊരു കഥ പറഞ്ഞ, ഒരിക്കലും ഒരു പാമ്പ് ഇങ്ങനെ എഴഞ്ഞു പോകുന്ന സമയത്ത് പാമ്പ് ഭയങ്കര ദേഷ്യക്കാരനാട്ടോ ഈ പാമ്പ്. അപ്പൊ ഇങ്ങനെ എഴഞ്ഞു പോകുന്ന സമയത്ത് ഒരു ഈർച്ചവാളിൽ തട്ടും. നിങ്ങൾ കേട്ട കഥയിൽ കേൾക്കും, പക്ഷെ പുതിയ ആളുകൾക്ക് വേണ്ടി കേട്ടോ. ഈർച്ചവാളിൽ തട്ടുമ്പോൾ ഇതിന്റെ വാലിനടുത്ത് ചെറിയൊരു മുറിവുണ്ടാവും. ഈ ചെറിയ മുറിവ് പറ്റിയപ്പോൾ അതിന് ഭയങ്കര വേദനയായി, ഭയങ്കര ദേഷ്യമായി. എന്താ എന്നെ തട്ടിപ്പോയെന്നുള്ളത് ഇതില്ല പാടില്. ശരിക്കും നമ്മളുടെ വോണ്ടിയിലോണ്ട് മാറുന്ന ചെറിയൊരു ടച്ചേ ഉള്ളൂ കേട്ടോ. ഒന്ന് സംസാരിക്കുക. പക്ഷെ ഈ പാമ്പ് എന്ത് ചെയ്ത് ഈ നേരെ തിരിഞ്ഞിട്ട് ഈർച്ചവാളിനെ നോക്കിയിട്ട് ഈർച്ചവാളിൽ ഈ അതിന്റെ ആ ചുണ്ടില്ലേ, നമ്മൾ ആ മൂർച്ചുള്ള വാങ്ങോട്ട് 2-3 കൊത്തെടുത്തു. ദേഷ്യം വന്നിട്ട് ആ കൊത്തു വന്നപ്പോ അതിന്റെ പല്ലും ഇതൊക്കെ മുറിഞ്ഞ് പാമ്പിന്. അങ്ങനെ പാമ്പിന് കൂടുതൽ ദേഷ്യം വന്നു, അവിടെയും ഇവിടെയൊക്കെ മുറിഞ്ഞല്ലോ. അപ്പം ദേഷ്യം വന്നപ്പോ പാമ്പ് എന്ത് ചെയ്ത് ഈ ഈർച്ചവാളിനെ മൊത്തം അങ്ങോട്ട് ചുറ്റി ഇങ്ങോട്ട് വരിഞ്ഞ്. ഈ ചുറ്റി വരിഞ്ഞപ്പോ എന്തായി, ചുറ്റി വരിഞ്ഞപ്പോ ഈർച്ചവാളിന്റെ ഓർത്ത മുള്ളുകൾ മുഴുവൻ പാമ്പിലേക്ക് തുളഞ്ഞു കയറിയിട്ട് പാമ്പ് കഷ്ണങ്ങളായി. നിങ്ങൾ ചിന്തിക്കേണ്ട, പാമ്പ് ഇല്ലാതായി, പാമ്പ് മരിച്ചത്തുപോയി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ചെറിയ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ആ ഒരു പാമ്പിന് ഒരു വാല് തട്ടിപ്പോയിട്ടുണ്ടെങ്കിലും അന്നപ്പം ഒന്ന് ക്ഷമിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ദേഷ്യം നിയന്ത്രിക്കാനോ പറ്റിയിരുന്നെങ്കിൽ പാമ്പ് ജീവിച്ചിരുന്നേനെ. പക്ഷെ പാമ്പ് വീണ്ടും ഈ കോപം നിയന്ത്രിക്കാൻ പറ്റാതെ വീണ്ടും ചെയ്തുകൊണ്ടാണ് പാമ്പ് ഇല്ലാണ്ടായത്. ഇതുപോലെ തന്നെ നമ്മൾ ചെറിയ നിസ്സാര കാര്യങ്ങൾ നമ്മൾ ക്ഷമിക്കാനും പൊറുക്കാനും നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ബിസിനസ്സിൽ നമ്മൾ ഇല്ലാതായി പോകും. അപ്പൊ ഇങ്ങനെ നമ്മളെ മൈൻഡ് സെറ്റിനെ മാറ്റാൻ നമുക്ക് പറ്റണം. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഈ ബിസിനസ്സിൽ നമ്മൾ സ്വപ്നം കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത തരത്തിലേക്ക് നമ്മളെ ഈ ബിസിനസ് എത്തിക്കുന്ന കാര്യം യാതൊരു തർക്കമില്ല. 450 രൂപ മുതൽ നമുക്ക് 2,10,000 വരെ നമുക്ക് സീലിംഗ് അച്ചീവറായിട്ട് നമുക്ക് വരാൻ പറ്റിയൊരു അവസരമാണത്. ഞാനത് തുടക്കത്തിലൊക്കെ പലരും പറയും 2,10,000 ഈ ബിസിനസ്സിൽ. ഭവനി സാർ അന്ന് വീട്ടിലെന്ന് പറയുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ഹരീഷ് കണാറിന്റെ തള്ളായിരുന്നു ഏറ്റവും വലിയ തള്ളു.
കാരണം അനീഷ് കണാറിനെ അറിയാലോ, അനീഷ് കണാറിന് എന്നെ ഏറ്റവും വലിയ തള്ളുള്ള ആള്. പക്ഷെ ഇതിനെക്കാട്ടും വലിയ തള്ളു ഭവനി സാർ തള്ളുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ വൈഫിനോടും പറഞ്ഞ, പക്ഷെ ഇത് പറഞ്ഞ ഭവനി സാർ 2,10,000 അടിച്ചപ്പോൾ എനിക്ക് വിശ്വാസമായി, എനിക്ക് ബിലീഫ് വന്നു. നമുക്ക് അവർ പറയാ, ശ്രീജ പ്രദീപ് എന്ന് പറഞ്ഞ ആൾ, ചടന്നൂരുള്ള ശ്രീജ പ്രദീപ് എന്ന് പറഞ്ഞ ഒരു ലേഡിക്ക് AIGയിലെ ആദ്യത്തെ സീലിംഗ് അച്ചീവർ ആട്ടോ. ഈ സീലിംഗ് അച്ചീവറെ ശ്രീജ മേഡത്തിന്റെ വീടിന്റെ അടുത്ത് എന്റെ വീട്. ശ്രീജ മേഡം 2,10,000 അടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഏതൊരാൾക്കും ആണിനും മാത്രമല്ല പെണ്ണും കിട്ടും. അങ്ങനെ ഏതൊരു വ്യക്തിക്കും നല്ലൊരു ബിസിനസ്സിൽ നല്ലൊരു മൈൻഡ് സെറ്റ് ഉള്ള, ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഇത് നേടാൻ പറ്റുന്ന കാര്യം യാതൊരു തർക്കമില്ല. 2-10 നമുക്കും അടിക്കും. പക്ഷെ എന്താണ് പലരും വരുന്ന അറിയോ, പലർക്കും ഈ പ്രശ്നം, ഈ ബിസിനസ്സിലുള്ള പ്രശ്നം 2-10 നിൽക്കുമ്പോൾ 2-10 നാളെ കിട്ടുന്ന വിചാരം. 5 കൊല്ലം കഴിഞ്ഞാലും 10 കൊല്ലം കഴിഞ്ഞാലും 2-10 കിട്ടൂല. ആർക്കാണ് 2-10 കിട്ടാത്തത്? ഈ 5 കൊല്ലം 10 കൊല്ലം കഴിഞ്ഞാൽ 2-10 ആർക്കറിയാം? ബിസിനസ്സിൽ ഐഡിയ അടിച്ച് ചുമ്മാ 5 റുപ്യ സാധനം വാങ്ങി വെറുതെ ചുമ്മാ ഇരിക്കും. അത് കിട്ടുമോ? കിട്ടൂല. ഇതിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഒന്ന് പണിയെടുക്കാൻ തയ്യാറായാൽ മതി. പണിയെടുക്കാറ് എങ്ങനെയാ? നമ്മളെ ടീമിൽ ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. ആ സിസ്റ്റത്തിന് നിങ്ങൾ ഫോളോ ചെയ്യാൻ തയ്യാറാണ്, നാളെ സിസ്റ്റം നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന. അതായത് ഈ ഒരു സിസ്റ്റം കമ്പനി വെച്ചിട്ടുണ്ട്. ആ സിസ്റ്റത്തിനെ ആരൊക്കെ ഫോളോ ചെയ്യുന്നോ അവർക്ക് മുഴുവൻ 2,10,000 കിട്ടും. ഈ സിസ്റ്റം ഫോളോ ചെയ്യാതെ അത് ബ്രേക്ക് ചെയ്യുന്ന ആൾക്ക് കിട്ടില്ല. അപ്പൊ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇപ്പൊ ഒന്നൊരു സിസ്റ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയാൽ നാളെ നിങ്ങൾ ചെയ്യേണ്ടെന്നേ, ആ സിസ്റ്റം നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്തോളും. ഞാൻ ഈ ബിസിനസ്സിൽ വന്ന് 5 വർഷമായിരുന്നു ഞാൻ പറഞ്ഞു. ഈ 5 വർഷം സമയത്ത് ഒരു 3 വർഷം സമയത്ത് ഞാൻ STC ആകുന്നതിന് STC സമയത്ത് STCന്റെ പ്രൊഡക്റ്റ് വക്കിലാണ് നിൽക്കുന്നത്. ആ സമയത്ത് എനിക്കൊരു ആക്സിഡന്റ് പറ്റി. 4 മാസത്തിനടുത്ത് ഞാൻ ബെഡ് റെസ്റ്റ് ആയിരുന്നു. മുടക്കലൊരു ഹോസ്പിറ്റലിൽ കാലിനൊരു സർജറി കഴിഞ്ഞ് 4 മാസം ഞാൻ വീട്ടിൽ റെസ്റ്റാണ്. ആ 4 മാസം റെസ്റ്റ് ആയ സമയത്ത് എന്റെ മക്കളാണ് സത്യം ഞങ്ങളോട് പറയാണ്, ഒരാഴ്ച പോലും എനിക്ക് വരുമാനം മുടങ്ങിയില്ല. ഒരാഴ്ച പോലും എനിക്ക് വരുമാനം മുടങ്ങിയില്ല. 4 മാസം ഞാൻ വീട്ടിൽ റെസ്റ്റ് എടുത്തപ്പോൾ ഒരാഴ്ച പോലും വരുമാനം മുടങ്ങാത്ത എനിക്ക് തന്ന കമ്പനിയുടെ പേരാണ് MI ലാഷൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് എന്നുള്ള ഈ ഒരു കമ്പനി. എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എല്ലാവരോടും പറയാറുണ്ട്, പാസീവ് ഇൻകം. ആ പാസീവ് ഇൻകത്തിന്റെ ഒരു മധുരം അറിയാൻ പറ്റിയ ഒരാളാണ് ഞാൻ. പലരും പറയാറുണ്ട് പാസീവ് ഇൻകം. ഈ പാസീവ് ഇൻകം കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മളുള്ള സമയത്ത് കുറച്ച് സമയം ഈ മൈലേഷന് വേണ്ടി സമയം മാറ്റി വെച്ചാൽ മതി. ടൈം ഈസ് മണി. നമ്മുടെ സമയമാണ് നമ്മളെ പൈസ. നിങ്ങൾ വെറുതെ നമ്മൾ മൊബൈലിൽ സ്ക്രോൾ ചെയ്ത് ഫേസ്ബുക്കും വാട്സപ്പും നോക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ആളുകളെ ബിസിനസ്സിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പാസീവ് ഇൻകം കിട്ടും. എല്ലാം ഞാൻ പറയാം, ഒരു ആഴ്ച പോലും എനിക്ക് വരുമാനം മുടങ്ങും. ഓരോ ദിവസവും നമുക്ക് ഓരോ ദിവസവും ബുധനാഴ്ച ഇൻകം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ടീം വർക്ക് ചെയ്യും. നമ്മുടെ ടീമിലുള്ള ആളുകൾ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്തും നമുക്ക് വരുമാനം കിട്ടുന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. പാസീവ് ഇൻകം അതുപോലെ തന്നെയാണ് നമ്മളെ നോമിനി ബിസിനസ്. ഇതിലൊക്കെ ഉള്ള ഹൈലൈറ്റ്സുകളാണ് ഞാൻ പറഞ്ഞിട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ കുറെ നമ്മളെ ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തലുകളാണ്. ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്. നമുക്ക് വേറെ പുതിയതായിട്ടുള്ള ഒന്നും പറയാനോ ചെയ്യാനോ ഒന്നും ഇല്ല. ദിവസം നമ്മൾ മോർണിംഗ് മീറ്റിൽ കേൾക്കുന്ന മുഴുവൻ ഓർമ്മപ്പെടുത്തലുകൾ. ഈ ഓർമ്മപ്പെടുത്തലുകൾ എന്താണെന്നറിയോ? കുറെ ഓർമ്മപ്പെടുത്തലുകൾ ദിവസം വരുമ്പോൾ നമ്മളെ മൈൻഡിലെ അങ്ങോട്ട് തറയ്ക്കും. വാഷിംഗ് പൗഡർ നിർമ്മ എന്ന് പറഞ്ഞ ഒരു പണ്ടൊരു പരസ്യം ഉണ്ടായിരുന്നു. വാഷിംഗ് പൗഡർ നിർമ്മ. ആ സാധനം നമ്മളെ ഒരു പെൺകുട്ടി ഒരു പാവാടക്കെട്ട് ഇങ്ങനെ കറങ്ങുന്ന ഒരു ഇത് കണ്ടായിരുന്നു നമ്മൾ TV-യിൽ. അത് നമ്മളെ മനസ്സിലും നമ്മളെ മൈൻഡിലൊക്കെ ആ പാട്ടും ആ വിഷനൊക്കെ ഒരു വിഷലൊക്കെ എന്തുകൊണ്ടാണ് നിൽക്കുന്ന അറിയോ? നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടോണ്ട് ഒരുപാട് പ്രാവശ്യം കേട്ടോണ്ടാ. അത് തന്നെയാണ് സംഭവം. മൈലേജിൽ നമ്മൾ പറയുന്ന മോർണിംഗ് മീറ്റിലൊക്കെ ഓരോ വരുന്ന ഓരോ പോയിന്റുകളും ദിവസം കേൾക്കുന്നതായിരിക്കും. പക്ഷെ വീണ്ടും 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 കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് അങ്ങ് തറയ്ക്കും. അതാണ് നമ്മൾ ഓരോ ഈ ബിസിനസ്സിൽ ദിവസവും നമ്മൾ മോർണിംഗ് മീറ്റിലും ദിവസം നമ്മളെ എന്താ പറയാ, നമ്മളെ ഇവന്റുകളിലും നമ്മളെ ഫംഗ്ഷനിലൊക്കെ പങ്കെടുക്കാൻ പറയുന്നതിന്റെ കാര്യത. പ്രോഗ്രാമുകൾ ഒരു കാരണവശാലും ഒരാൾ പോലും മിസ് ചെയ്യരുത്. എല്ലാ കാര്യങ്ങളും FSS, പ്രൊഡക്ട് ട്രെയിനിങ്, GTS ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. കണ്ടിന്യൂസ് ആയി പോവുക. ഞാൻ കേട്ടതല്ലേ, ഞാൻ കണ്ടതല്ലേ. പലരും ഞാൻ പറയാറുണ്ട്, തുടക്കത്തിൽ ഞാൻ പറയുന്നുണ്ട്, കണ്ടതല്ലേ കേട്ടതല്ലേ പോകണ്ട. 150 റുപ്യ 200 റുപ്യ ഞാൻ എന്തിനാ കൊടുത്ത് പോണേ, ഫീസ് കൊടുത്ത് ഞാൻ എന്തിനാ പോണത്? നിങ്ങൾക്ക് അതൊക്കെ സാറേ ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് നിങ്ങൾ കരുതുക. പുതിയ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ഇടുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിലൊക്കെ നിങ്ങൾ ഫീസ് കൊടുക്കുന്നൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആ ഇൻവെസ്റ്റ്മെന്റിനെക്കാളും കൂടുതൽ പണം നമുക്ക് നേടാനുണ്ട് ഇതിൽ എങ്ങനെയാ വെച്ചാൽ, നിങ്ങൾക്ക് ഈ വരുമാനം വേണ്ടത് എങ്ങനെ വേണമെങ്കിലും വരുമാനം കിട്ടും ഈ ബിസിനസ്സിൽ. മൈലേജിൽ വരുമാനം കിട്ടുന്നത് നിങ്ങൾക്ക് ഒരു കടല, മൈലേജിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കിയതോളം ഒരു കടലാണ്. ആ കടലിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൂരിയെടുക്കുക. നിങ്ങൾക്ക് സ്പൂണിന് മതിയോ, സ്പൂണെടുത്ത് പോയിട്ട് കൂരിയെടുത്തോ. നിങ്ങൾക്കൊരു മഗ്ഗിൽ വേണോ, മഗ്ഗെടുത്ത് പോയി കൂരിയെടുത്തോ. ഒരു ചെമ്പിലാണോ വേണ്ടത്, ചെമ്പിലെടുത്തോ. ഇനി അതല്ല നിങ്ങൾക്ക് കിർലോസ്കറിന്റെ ഒരു മോട്ടറായിട്ട് പോകണോ, മോട്ടർ വെച്ചെടുക്കും, മോട്ടർ എടുത്തെടുക്കോ. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇതൊരു കടല.
നമ്മളെ മൈൻഡ് സെറ്റ് വലുതാവണം. നമ്മളെ മൈൻഡ് സെറ്റ് വലുതാവാതെ ഒരു കാര്യം ആദ്യം പറയും 2-10 വരട്ടെ എന്നിട്ട് നോക്കാം. ഒരിക്കലും ഇല്ല. ആദ്യം നമ്മൾ 5 പൈസ കീശയില്ലെങ്കിലും നിങ്ങളെ മനസ്സ് ധനവാനാണെങ്കിൽ, മാനസികമായിട്ട് നിങ്ങൾ ധനവാനാണെങ്കിൽ മാത്രമേ നിങ്ങളെ പൈസ പോക്കറ്റിലേക്ക് വരുള്ളൂ. നമ്മൾ മാനസികമായി ദരിദ്രരാണെങ്കിൽ ഒരു കാരണവശാലും ഒരു ഉറുപ്പി നമ്മളെ കീശയിലേക്ക് വരില്ല. ആദ്യം നമ്മൾ മാനസികമായി തയ്യാറാവുക വേണ്ടത്. ഇത് നമുക്ക് മാനസികമായി തയ്യാറാവാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റി നമുക്ക് ദൈവം സഹായിച്ചത് കിട്ടിയത്. പലരും പല ഓപ്പർച്യൂണിറ്റി പോയിട്ടുണ്ട്. എന്താ പറയുക, ഒരുപാട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഒരുപാട് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങൾ നാട്ടിലുണ്ട്. എത്രയോ ആളുകൾ അതിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷെ ദൈവത്തിന്റെ ഒരു ഭാഗ്യം ഉള്ളതുകൊണ്ടും ദൈവത്തിന്റെ ഒരു കയ്യൊപ്പും നമുക്ക് നല്ലൊരു അവസരം നമുക്ക് കിട്ടി. മൈലേജ് സെൽ പോലത്തെ നല്ലൊരു അവസരത്തിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് ദൈവഭാഗ്യം കൊണ്ട്. ഇങ്ങനത്തെ ഒരു അവസരത്തിൽ നമ്മൾ എത്തിച്ചേർന്ന സ്ഥിതിക്ക് നമ്മളത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ കാര്യം. ബിസിനസ് പറയുമ്പോൾ നിങ്ങൾ ആരോടും വേറെ പോയിട്ട് ഞങ്ങൾ തള്ളൊന്നും വേണ്ട. നമ്മൾ കാര്യങ്ങൾ ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയും കൃത്യമായ അറിവുണ്ടാക്കിയിട്ട് വേണം പോയി പറയാൻ. അതല്ലാതെ നമ്മൾ എവിടുന്നേയും കുറച്ച് അറിവ് കിട്ടി മാത്രം പോയി പറയരുത്. എല്ലാവരോടും ഞാൻ പറയാനുള്ളത്, പുതിയ ആളുകളോടൊക്കെ പറയാനുള്ളത്, എന്തെങ്കിലും എവിടുന്നെങ്കിലും കേട്ടും കഴിഞ്ഞ് പോയിട്ട് സാധനം കൊടുക്കരുത്. എത്രയും ഞാൻ ഫീൽഡിൽ പോയിട്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാ ഞാൻ പറയുന്നത്. കാരണം പ്രൊഡക്റ്റിനെ പറ്റി കറക്റ്റ് അവയർനെസ് ഇല്ലാണ്ട് നമ്മൾ ആർക്കും പ്രൊഡക്റ്റ് കൊടുക്കുന്നത്, അങ്ങനത്തെ ഒരു നെഗറ്റീവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ കോൺഫിഡന്റ് പോയി പോകും. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത് മനസ്സിലാക്കിയിട്ട് മാത്രമേ പ്രൊഡക്റ്റുകൾ കൊടുക്കാൻ പാടുള്ളൂ. ചില സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ട് ഒരു കുട്ടികളില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി ഞാനും എൻ്റെ ഒരു അസോസിയേറ്റോട് പോയിട്ട് സംസാരിക്കാൻ പോയപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ പ്രൊഡക്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് അയച്ചോടി എന്നൊക്കെ പറഞ്ഞു. ഏതാ പ്രൊഡക്റ്റ് വെച്ചു. ഞാൻ പറഞ്ഞു മാൻ ശക്തിമാൻ ഒക്കെ കഴിച്ചാൽ മതി എന്ന് പറയുമ്പോൾ മാൻ ശക്തിമാന്റെ ബോട്ടിൽ ഉണ്ട്. പോലും പറഞ്ഞു, അയ്യോ ഈ പ്രൊഡക്റ്റ് ആണോ, ഇത് ഞങ്ങൾ കുറെ 5-6 മാസം കഴിച്ചതാണ്, ഒരു റിസൾട്ടും ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയൊക്കെ എന്തൊക്കെയാണ് ഇത് കഴിച്ചത് എന്ന് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ പറഞ്ഞു, ഇത് എന്താ സംഭവം എന്നറിയോ, ഇത് ഭാര്യയും ഭർത്താവും കൂടി മാൻ ശക്തിമാൻ 2 കഴിക്കുക. ഭാര്യയും ഭർത്താവും മാറി മാറി കഴിക്കുക ദിവസം 2. ഇത് ആരോ പറഞ്ഞു കൊടുത്താൽ 2 കഴിക്കണം എന്ന് പറഞ്ഞിട്ട് 2 കൂട്ടി 2 കഴിക്കുക. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇത് ഒന്നും ഒരു അറിവും ഇല്ലാണ്ട് ആരോ എന്തോ പറയുന്നത് കേട്ട് കൊടുക്കുക, സാധനം ചെലവാകണം വെച്ചിട്ട്. ഇതുപോലെ നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ, എന്ത് സംഗതി സർവീസ് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ഇതിനെപ്പറ്റി അവയർനെസ് ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ കൊണ്ടുപോയി കൊടുക്കാൻ. എവിടെയായാലും ഇത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. സെയിൽസിലായാലും എന്തിലായാലും. പിന്നെ അടുത്തൊരു കാര്യം, ഈ ബിസിനസ്സിൽ നമുക്ക് സ്വന്തമായി ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് എന്താ പറയുക, ഒരു 10 പ്ലാൻ പറയാൻ പോയി. പലർക്കും ഉണ്ടാകുന്ന കാര്യമാണ്. ഒരു 10 പ്ലാൻ പറഞ്ഞാൽ അതിൽ ഒരു 10 ആളുകൾ റിജക്ട് ചെയ്യുകയാണെങ്കിൽ, അയ്യോ ഞാൻ ഇന്നലെയും പഞ്ഞാന്നൊക്കെ പോയിട്ട് ഒന്നും ശരിയായില്ല, ആർക്കും ഇത് ഏറ്റെടുക്കുന്നില്ല, ഇങ്ങനെ ചടപ്പ് വരാണ്ട് ചില ആളുകൾക്ക്. പുതിയ ആളുകൾക്ക് അധികവും ചടപ്പാണ്. നിങ്ങൾക്കറിയാം, ഞാൻ അവരോട് പറഞ്ഞു ഇവരോട് പറഞ്ഞു, ഇവർക്ക് ആർക്കും ഒരു ഇൻട്രസ്റ്റ് കാണുന്നില്ല. എന്താണ്? പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ 5 പേരോടും 10 പേരോടും പറഞ്ഞിട്ട് 10 ആളും ബിസിനസ്സിൽ വന്നില്ലെങ്കിൽ 11ാമത്തത് പോയി കാണണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മളെ മനസ്സിലേക്ക് ഉണ്ടാക്കണം. നിങ്ങൾ ഒരു 10, 15, 20 ഡോർ ഉണ്ടെങ്കിൽ ഓരോന്നും നോക്കി ചെയ്ത് അതിലൊന്നും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ വിചാരിക്കുന്നോ ഇല്ലെങ്കിൽ 11ാമത്തോ 12ാമത്തോ ഏതിലാണ് ദൈവം ഒളിപ്പിച്ചു വെച്ചത് നമുക്കറിയില്ല. നമ്മൾ 10 പോയി മുട്ടും, 11ാമത്തെ കുഴപ്പം മുട്ടില്ല. 11ാമത്തിലായിരിക്കും ചിലപ്പോൾ നമ്മൾ വിജയിക്കാനുള്ള ഏറ്റവും വലിയൊരു വ്യക്തി ആ 11ാമത്തിലായിരിക്കും. അതിന്റെ ഏറ്റവും ഉദാഹരണമാണ് എന്റെ അപ്ലൈൻ ലീഡർ സതീഷ് കുമാർ ഒളോപ്പാറ എന്ന് പറഞ്ഞ വ്യക്തി 25 പേരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. 25 ആളെ ബിസിനസ്സിൽ വന്നിട്ട് 25 ആളും കരിഞ്ഞു പോയപ്പോൾ, അതായത് ബിസിനസ് ചെയ്യാതെ നിർത്തിപ്പോയപ്പോ 26ാമത്തെ ആളായിട്ടാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത്. 26ാമത്തെ ആളായിട്ട് ഞാൻ വന്നപ്പോൾ ഞാൻ സാറിന് ഏകദേശം 1.5 കോടി ടേൺ ഓവർ കൊടുത്ത്. ഇല്ലേ? ഇതുപോലെ നമ്മൾ വിചാരിക്കാതെ ടീമിൽ ഇങ്ങനെ ആളുകൾ വന്നുകൊടുക്കും. നമുക്ക് വിജയിക്കണം. നിങ്ങൾക്ക് 2 കാര്യം ഉണ്ടായി. നമ്മൾ റിജക്ഷൻ നമുക്ക് ആഘോഷിക്കാൻ കഴിയണം. റിജക്ഷൻ നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയണം. നിങ്ങളോട് ബിസിനസ് പറഞ്ഞു, അപ്പൊ സാർ ഞാൻ ഒരാളോട് ബിസിനസ് പറഞ്ഞു, അയാൾക്ക് താല്പര്യമില്ല. അത് ഞാൻ ഇറങ്ങി വരുമ്പോൾ, ആ ബിസിനസിന്റെ പ്ലാൻ പറഞ്ഞ് ഇറങ്ങി വരുമ്പോൾ എന്റെ മനസ്സ് അടുത്തൊരാളെ നെക്സ്റ്റ് എന്നുള്ളത് കാണിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഞാൻ ഉണ്ടായിക്കൊള്ളണം. അത് ഞാൻ നെഗറ്റീവ് എടുക്കുകയല്ല വേണ്ടത്. പിന്നെ വേണ്ടത് നിങ്ങൾക്ക് വലിയൊരു സ്വപ്നം ഉള്ളവന് മാത്രമേ ബിസിനസ്സിൽ സക്സസ് ആകാൻ പറ്റുള്ളൂ. ആദ്യം വേണ്ടത് ഇതെന്തിനാ, പലരോട് പുതിയ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യം, നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു അച്ചീവ്മെന്റ് ഉണ്ടാക്കണ ഒറ്റ കാര്യം ഉണ്ടായാൽ നിങ്ങൾക്ക് ഒരു പർപ്പസ് ഉണ്ടാവണം. ഈ ഒരു പർപ്പസ് ഇല്ലാത്തവന് ബിസിനസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. മൈലേജിൽ, കാരണം അത്രയും ഒരു ബിസിനസ് ആണിത്. ഈ ബിസിനസ്സിൽ ഒരു പർപ്പസ് ഇല്ലാതെ ചുമ്മാ കയറുന്ന കാര്യമില്ല. പർപ്പസ് ഉണ്ടാവുക. എന്തിനാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്? ഞാൻ ഈ മൈലേജിൽ ഞാൻ എന്തിനു ഏറ്റെടുക്കണം? എനിക്ക് സാധാരണ പണിക്കൊക്കെ പോയാൽ പോരെ, ഞാൻ എന്തിനാണ് മൈലേജിൽ ഏറ്റെടുക്കുന്നത്? മൈലേജിൽ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പർപ്പസ് ഉണ്ടാവണം. എന്താ? പക്ഷെ അത് ചെറിയ ഡ്രീം ഒന്നും പോരട്ടോ, വലിയ ഡ്രീം നിങ്ങൾ സെറ്റ് ചെയ്തെക്കണം. വലിയ ഡ്രീം. ആ വലിയ ഡ്രീമിന് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇതിൽ ഫീൽഡിൽ ഇറങ്ങി നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട. ഇതിലൊരു പെടലുണ്ട്, 4 പെടലാണ്. ഞാൻ എപ്പോഴും ഓരോന്ന് കാര്യം പറയുമ്പോഴാണ് ഓരോ ഓർമ്മ. 4 പെടൽ. പലരും നമ്മളോട് ബിസിനസ് വന്നാൽ പറയും,
എടാ ഈ പെട്ടോ, ഈ പെട്ടോ എന്ന് പറഞ്ഞ് നിങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ടാവും, പെട്ടോ പെട്ടോ എന്ന് കേട്ടിട്ടുണ്ടാവും. പെടുക എന്ന് പറയുന്നത് നമ്മൾ ശരിക്ക് പെടണോ? ഇതിൽ വന്ന് പെടാണ്ട മൈലേജിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? ഇല്ല, വന്ന് പെട്ട്. പക്ഷെ വന്ന് പെട്ടുകൊടുത്താൽ ആരും വിജയിക്കൂല. വന്ന് പെട്ടാൻ ചെയ്യണോ? ആദ്യത്തെ പെടലാൻ പറഞ്ഞത് എത്തിപ്പെടുക എന്നുള്ളത്. ദൈവസഹായം കൊണ്ട് നമ്മൾ എത്തിപ്പെട്ട്. രണ്ടാമത്തെ എന്താ അറിയോ? ഇത് നമ്മൾ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. ഇഷ്ടപ്പെടണം. നമ്മൾ വന്ന മേഖലയെ നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും കഴിച്ചാൽ ഇത് നല്ല എവിടെയും. നിങ്ങൾ വന്ന മേഖലയിൽ നിങ്ങൾ അതിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എവിടെയും കഴിയില്ല. രണ്ടാമത്തെ പെടൽ ഞാൻ പറഞ്ഞ് ഇഷ്ടപ്പെടുന്നത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണോ? ഇഷ്ടപ്പെടും. മൂന്നാമത്താണ് അവിടെ കഷ്ടപ്പെടുക എന്നുള്ളത്. മൂന്നാമത്തെ പെടലാണെ കഷ്ടപ്പെടുക. നാലാമത്താണ് രക്ഷപ്പെടൽ. ഈ സംഗതി, ഈ പെടലുകളൊക്കെ കറക്റ്റാണ്. അത് വന്നു വിട്ട് നിങ്ങൾ അവിടെ ഇഷ്ടപ്പെട്ട് അവിടെ കഷ്ടപ്പെട്ടാൽ നിങ്ങൾ രക്ഷപ്പെടും. നമ്മൾ ചെയ്ത ഈ മൈലേജിൽ വരുന്നതിന് മുമ്പ് മുന്നുള്ള മേഖലകളൊക്കെ നമ്മൾ എന്തുകൊണ്ട് വിജയിച്ചില്ല? നിങ്ങൾ ഒന്ന് ഫ്ലാഷ് ബാക്ക് ചെയ്ത് നോക്കി. നമ്മളൊക്കെ ഈ മേഖലയുടെ മുമ്പേ വേറെ എന്തൊക്കെയോ മേഖല ചെയ്തിട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് നമുക്ക് നമ്മളെ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല? അല്ലെ നമുക്കൊരു സ്വപ്നങ്ങളിൽ നമുക്കൊരു മൈൻഡ് സെറ്റ്, നമുക്ക് നാളെ ഞാൻ ഇന്നല്ലേ നാളെ ഞാൻ പൈസക്കാരനാവും എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് മൈലേജിലുള്ളതുകൊണ്ട് എല്ലാവർക്കും ഉണ്ട്. കാരണം ഇതിൽ ഒരുപാട് അച്ചീവ്മെന്റ് നേടിയ ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത് അവിടേക്ക് പോകുമ്പോൾ, നമുക്ക് ആ യാത്രയിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം അവിടെ എന്തോ ഉണ്ട്, നമ്മളത് എടുക്കാനാ പോണത്. പക്ഷെ നമ്മൾ മുമ്പ് ചെയ്തതിലൊന്നും സാറേ എവിടെ ഒന്നും ഇല്ല. നമ്മൾ പോകുന്ന വഴിക്ക് എന്താ കിട്ടിയാ കിട്ടി, യെസ് ഓർണോ? നമ്മൾ കിട്ടിയാ കിട്ടി. പോകുന്ന വഴിക്ക് നമുക്ക് എന്ത് കിട്ടാനാ? നമുക്ക് ഒരു ശമ്പളം, ഒരു 10,000 റുപ്യ അല്ലെ 20,000 റുപ്യ ശമ്പളം കിട്ടുന്നത്, ആ 20 കിട്ടുള്ളൂ. ഒരു കൊല്ലോ 2 കൊല്ലോ കഴിഞ്ഞ് ചിലപ്പോൾ 1000 റുപ്യ കൂടും, 2000 റുപ്യ കൂടും. അതല്ല യാത്ര കിട്ടാനുള്ളൂ. വേറെ എന്താ കിട്ടാനുള്ളത്? ഒന്നും കിട്ടാനില്ല. പക്ഷെ മൈലേജ് അല്ല. മൈലേജ് നമ്മുടെ എഫേർട്ട് പോകുമ്പോൾ നമ്മളെ കൂടെ വന്ന് ടീം കൂടി വരുമ്പോൾ നമുക്ക് എന്തൊക്കെയോ നേടാനുള്ള പ്രതീക്ഷ, ഒരു എന്താ പറയാ, ഒരു പ്രത്യാശ നമുക്കൊക്കെ ഉണ്ട്. അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതാണ് നമ്മളെ ഓരോരുത്തരും കണ്ണിൽ തിന്നാത്ത തിളക്കതുകൊണ്ടാണ്. അത് മനസ്സിലാക്കുക. അപ്പൊ അവിടെ നമ്മൾ ഈ പറഞ്ഞ മാതിരി നമ്മളെ സ്വപ്നങ്ങൾ വലുതാക്കാനും നമ്മളെ മൈൻഡ് സെറ്റ് മാറ്റാനും നമ്മൾ തയ്യാറായാൽ മൈലേജിൽ നമുക്ക് നമ്മൾ സ്വപ്നം, നമ്മൾ എന്താ പറയാ, നമ്മൾ നനയ്ക്കാത്ത, നമ്മുടെ നാട് നനയ്ക്കാത്ത, അല്ലെങ്കിൽ നമ്മളെ കുടുംബങ്ങൾ വിചാരിക്കാത്ത വരുമാനങ്ങളും നമ്മളെ മാറ്റങ്ങളും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അത് നിങ്ങൾ ഉറപ്പായി എന്ത് കാര്യം നമ്മളത് ശ്രദ്ധിച്ചോളുക. നമ്മൾ എന്ത് കാര്യങ്ങൾ, വേറൊരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ബിസിനസ്സിൽ നമ്മൾ തട്ടി വെക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട്, ചെറിയ നിസാര കാര്യങ്ങൾക്കാണ് നമ്മൾ പലരും ബിസിനസ് നിർത്തി അല്ലെങ്കിൽ ഞാൻ വേണ്ട നോക്കുന്നൊക്കെ കാര്യം. ചെറിയ ചെറിയ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ മറിഞ്ഞു വീഴുന്നത് ചെറിയ കല്ല് തട്ടിയിട്ടാണ്. ചെറിയ കല്ല് തട്ടിയിട്ടാണ് നമ്മൾ മറിഞ്ഞു വീഴുക. ഒരിക്കലും ഒരു വലിയൊരു മല തട്ടിയിട്ട് ആരും മറിഞ്ഞു വീഴൂല. വലിയൊരു മല തട്ടിയിട്ട് ആരും മറിഞ്ഞു വീഴൂല. ചെറിയ ചെറിയ കല്ല് തട്ടിയിട്ടാണ് മറിഞ്ഞു വീഴുക. അപ്പൊ അതിന് നമ്മളൊന്ന് സേഫായി നിർത്തിയാൽ, നമ്മളൊന്ന് കരുതി നടന്നാൽ നമ്മൾ ഒരിക്കലും നമ്മൾ മറിഞ്ഞു വീഴൂല. മൈലേജിൽ പിന്നെ വീണുണ്ട്, അഥവാ ടീമൊക്കെ ആകുമ്പോൾ, വലിയ വലിയ ടീമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ചെറിയ താഴ്ചകളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അവിടെയൊക്കെ മറികടക്കാൻ നമുക്ക് പറ്റണം. വീണടത്ത് എണീക്കുന്നതിന് മാത്രമേ മുന്നോട്ട് ഓടാൻ കഴിയുള്ളൂ. ഞാൻ ഇപ്പൊ ബിസിനസ് ഒക്കെ പോയി 450 റുപ്യ 5-6 ആഴ്ച ഉണ്ടായി, ഇപ്പൊ ഒരു ഉറുപ്പില്ല, നീ മതി, ഇതൊക്കെ എന്ത്, അങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ട്. ഇവരോട് എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ നിങ്ങൾ ദൈവത്തിന്റെ പരീക്ഷണങ്ങൾ മാത്രമാണ്. ദൈവത്തിന്റെ പരീക്ഷണമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ? ഇതൊക്കെ ദൈവത്തിന്റെ പരീക്ഷണമാണ്. ഇവിടെ നിങ്ങളത് അതിജീവിക്കാൻ കഴിയണോ? ഇന്നല്ലേ നാളെ എനിക്ക് നേടാൻ പറ്റുന്നുള്ള വിചാരം നിങ്ങൾക്ക് ഉണ്ടാവണം. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെയുള്ള നമ്മുടെ പ്രൊഡക്റ്റിന്റെ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വലിയ അവിടെ 95 കുടിച്ചിട്ട് ഭയങ്കര സംഭവം എഴുതാൻ നമ്മൾ കൂടുതൽ ഹൈലൈറ്റ് ഒന്നും പറയണ്ട. നമ്മൾ കാര്യം പറയേണ്ടത് മാത്രം അത് മയത്തിൽ, അത് മിതത്തിൽ പറഞ്ഞാൽ മതി. വലിയ ഓവർ തള്ളും വേണ്ട, കണ്ടമാനം കളത്തിനും പറയും വേണ്ട. ചില അപ്രിയ സത്യങ്ങൾ നമ്മൾ അനുസരിച്ച് പറയാൻ കഴിയണം. ഇവളുടെ അതുകൊണ്ട് കച്ചവടം ആട്ടം ചെയ്ത് വലിയ എന്തൊക്കെയോ തള്ളി അവിടെയും പറഞ്ഞു അതിലൊന്നും ആവശ്യമില്ലാന്നേ. നമ്മളെ കാര്യങ്ങൾ പറയാം. ചില സ്ഥലങ്ങളിൽ ചില മീറ്റിംഗ് ആളുകൾ ടീമിന്റെ ഇടയിൽ നമ്മൾ പറയേണ്ടടുത്ത് പറയരുത്. ചിലപ്പോൾ അപ്ലൈൻ പറയുന്നതോ അല്ലെങ്കിൽ അസോസിയേറ്റ് ലീഡർ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളോ അത് ടീമിൽ പോയി പറയാ, അത് അവിടെ പറയാ, ഇവിടെ പറയാ. ഇങ്ങനെയുള്ള കുറെ ആളുകൾ ശീലങ്ങളൊക്കെ മാറ്റി നമ്മളെ മനസ്സിലാക്കി എന്താ എവിടെ പറയണോ, എന്താ എവിടെ പറയരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇത് ഒരു മാനേജ്മെന്റ് ഭയങ്കര വേറെ എന്തിനെ മാനേജ് ചെയ്യുന്നതിനേക്കാളും പാടാണ് ഈ മനുഷ്യന്മാരെ മാനേജ് ചെയ്യാറുണ്ട്. പല ആളുകളല്ലേ, പല ടൈപ്പുള്ള ആളുകളല്ലേ, ഇവരൊക്കെ മാനേജ് ചെയ്ത് പോകണമെങ്കിൽ ഒരുപാട് പ്രയാസമുണ്ട്. അപ്പൊ ഇവരൊക്കെ ഒരു ടീമിനെ കോർത്തിണക്കി പോകുമ്പോൾ ഒരുപാട് പ്രയാസം. അവിടെയൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ടത് പറയണ്ട, അല്ലെങ്കിൽ നമ്മൾ ദേഷ്യം പിടിക്കാനോട് ദേഷ്യം പറയാം. എല്ലാ കാര്യങ്ങളിലും ഒരു വിരുദ്ധം പാലിക്കുക. എന്നാലേ നമുക്ക് ഈ ബിസിനസ്സിൽ നമുക്ക് ഈ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ലാസ്റ്റ് എൻഡിൽ എത്താൻ പറ്റുള്ളൂ. ഇനി ബെന്നിസാർ പറഞ്ഞൊരു കഥ നിങ്ങൾ കുറെ ആൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ എന്നാലും വേണ്ടി ഒരു കഥ കൂടി പറയാൻ സമയം ഉണ്ടാവും വിചാരിക്കുന്നു. അപ്പോ കാട്ടിലൊരു സിംഹം, ആ സിംഹത്തിന് എവിടെ ഒരു ഇല എടുക്കാൻ പോയപ്പോ ഒരു മുറിവ് പറ്റി, വലിയൊരു മുറിവ്, അപ്പുറത്ത് ഒരു മുറിവ് പറ്റി. ആ മുറിവ് 4-5 ദിവസം വെച്ചിരുന്ന് അതിങ്ങനെ ഭയങ്കര പഴുപ്പായി ഭയങ്കര സ്മെല്ല് അടിക്കാൻ തുടങ്ങി.
സിംഹത്തിന് തന്നെ മനസ്സിലായി ഇതെന്തോ ഭയങ്കര സ്മെല്ലാണല്ലോ, എന്താ ഇപ്പൊ ചെയ്യാൻ, എന്റെ കാട്ടിൽ രാജാവാണേ, അപ്പൊ മൂപ്പര് ഉഷാറായി പോണ്ടേ. അപ്പം ഒന്ന് അവിടെ ഒരു കുരങ്ങനെ കണ്ടു. അപ്പൊ കുരങ്ങനോട് വിളിച്ചു, ആ കുരങ്ങൻ അങ്ങോട്ട് വാ. അപ്പൊ എന്താ രാജാവേ? എടാ ഇന്നെ വല്ലാണ്ട് മണക്കുണ്ടോ ഈ നോക്ക്. അപ്പൊ കുരങ്ങൻ പറഞ്ഞു ഇപ്പൊ എന്താ ഞാൻ കള്ളത്തരം പറഞ്ഞാല് അല്ലെങ്കിൽ ഇയാളൊന്ന് ടോപ്പാക്കി കഴിഞ്ഞാൽ കുടുങ്ങോ, ഞാൻ പറഞ്ഞോട് വെച്ചിട്ട് കുരങ്ങൻ പറഞ്ഞു, അയ്യോ എന്റെ മഹാരാജ നിങ്ങൾ പറഞ്ഞത് വളരെ സത്യ. ഈ മൂപ്പരൊന്ന് ടോപ്പായി വെച്ചു, ഇങ്ങനെ ചെറിയൊരു സ്മെല്ലേ ഉള്ളൂ. മൂപ്പര് കുരങ്ങൻ എന്താ പറയാ, അയ്യോ അല്ല ഞാനിങ്ങനെ നോക്കത് എവിടുന്ന അങ്ങനെ മണക്കുന്നത്, എന്തേത്തും മണത്തിന് ഇവിടെ നിർത്തിയില്ല, എന്താ പറ്റിയതെന്ന് ചോദിച്ചാൽ ആകെ പറഞ്ഞു. ഈ രാജാവിനാണ് ദേഷ്യം പിടിച്ച് ഒറ്റ അടി കൊടുത്തത്. ആ സ്പോട്ടിൽ കുരങ്ങൻ ചത്തുപോയി. അങ്ങനെ കുറച്ചങ്ങോട്ട് നോക്കിയപ്പോണ്ട് ഇപ്പുറത്തിന്റെ ഒരു മാൻ നിൽക്കുന്നു. മാൻ ഇത് കുരങ്ങനെ അടിയിട്ടൊക്കെ മാൻ കണ്ടിരുന്നു. അപ്പൊ മാനിനോട് ചോദിച്ചു, എടോ ഇനി ഇങ്ങനെ എന്താണ് മണക്കുണ്ടോ ചോദിച്ചു. അപ്പം പറഞ്ഞു, ഞാൻ അങ്ങനെ മണക്കെടുത്ത് പറഞ്ഞു, രാജാവ് മണക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ എന്താ പറയാ ചെറിയ രീതിയിലൊക്കെ ഉണ്ടാവും, വലിയ ഓവറൊന്നും ഇല്ല. പക്ഷെ എന്നാലും ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, പിന്നെ എന്താണ് ഇങ്ങനെ മണക്കുന്നതൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇപ്പം പറഞ്ഞ മാതിരിയുള്ള അങ്ങനത്തെ ഒരു സംഭവം ഇല്ല കേട്ടോ. എന്നാലും ചെറിയ പക്ഷെ അങ്ങക്കൊക്കെ നിങ്ങളൊന്നും ശരിക്കും അങ്ങനെ ആവാൻ പാടില്ല. പിന്നെ പക്ഷെ കുരങ്ങും പറഞ്ഞായിരുന്നു അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ, അല്ലാണ്ടൊന്നും ഇല്ല. ഒക്കെ മൂപ്പര് വെറുതെ പറഞ്ഞാന്ന്. അപ്പൊ അന്നപ്പോ മനസ്സിലായി ഇവൻ ഈ മാന് ഇതേമാതിരി ഒന്ന് സൂചിപ്പിച്ച് പറഞ്ഞാന്നുള്ളത് മനസ്സിലായപ്പോ ഒരടിയുടെ ഒറ്റ അടികൂടി കൊടുത്തു. അപ്പൊ ആ അടിയിൽ തന്നെ മാനും ചത്തുപോയി. ഈ രണ്ടാളും ചത്തപ്പം മറ്റോൻ ഒന്ന് ടോപ്പായി പറഞ്ഞ്, മറ്റോന് ലേശം ഒന്ന് മാറ്റി പറഞ്ഞ്, വലിയ സ്മെല്ലൊന്നും ഇല്ലാതെ വെറുതെ കുരങ്ങൻ പറഞ്ഞൊക്കെ പറഞ്ഞപ്പം ഓനും ചത്തു. അത് കഴിഞ്ഞ് നോക്കിയപ്പോ ഒരു കുറുക്കനാണ്. കുറുക്കൻ കൗശലക്കാരനാണ്, നമുക്കറിയാം. കുറുക്കൻ അടിച്ചു, കുറുക്കൻ കൂടെ ഇവിടെ എന്നെ മണക്കുണ്ടോ ചോദിച്ചു. കുറുക്കൻ രണ്ടാളും കണ്ടപ്പോ കുറുക്കന് മനസ്സിലായത് രണ്ടാളും ചത്തത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോ. അപ്പൊ കുറുക്കനോട് കുറുക്കൻ പറഞ്ഞ കാര്യം എന്താ അറിയും, രാജാവേ 2-3 ദിവസമായിട്ട് എനിക്ക് ഭയങ്കര ജലദോഷമാണ്, എനിക്ക് ഒന്നും മണക്കുന്നില്ല, ഒരു മണം എനിക്ക് കിട്ടുന്നില്ല, എന്താണെന്നറിയില്ല. അങ്ങനെ അത് ആ ഒരു കാര്യം പറഞ്ഞപ്പോഴല്ലോ രാജാവിന് മനസ്സിലായി അവന് മണക്ക, അവൻ സംഭവം സത്യമാണ് അവൻ പറഞ്ഞത്, അവൻ മണക്കായിട്ടാണ്. അതുകൊണ്ട് ഓനെ വെറുതെ വിട്ടു. ഇതുപോലെ നമ്മൾ ഈ ബിസിനസ്സിലും ഇങ്ങനെ തന്നെ ഞാൻ പറയാനുള്ള കഥ തന്നെ, ചില സ്ഥലങ്ങളിൽ പറയേണ്ട അപ്രിയ സത്യങ്ങൾ നമ്മൾ ആ മയത്തിൽ അങ്ങോട്ട് പറഞ്ഞില്ലെങ്കിൽ ഇത് നമുക്ക് വലിയ ദോഷം ചെയ്യും. അങ്ങനെയുള്ള ദോഷം ചെയ്യുന്നിടത്തിൽ ചെറിയൊരു ജലദോഷം നമുക്ക് നല്ലതാണെന്ന് എനിക്ക് പറയാനുള്ളത്. ചെറിയൊരു ജലദോഷം നമുക്ക് നല്ലതാ. അപ്പൊ അത് നിങ്ങൾ ഈ ടീമിൽ മൊത്തം നമുക്ക് എല്ലാം പറയേണ്ടത് പറയാ, പറയേണ്ടാത്തത് പറയേണ്ട, ഓരോ സ്ഥലങ്ങളിലും പറയേണ്ട രീതിയുണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ നമുക്ക് ഈ ബിസിനസ്സിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നേടാനാണെങ്കിൽ ഒരുപാട് നേടാൻ നമുക്കുണ്ട് ഈ ബിസിനസ്സിൽ. നമുക്ക് നമ്മൾ ഒറ്റയ്ക്ക് നമുക്ക് എടുത്താൽ ഒന്നും പോരൂല. നമ്മുടെ ടീമിന്റെ കൂടെ എടുക്കുമ്പോഴാണ് നമുക്കത് അച്ചീവ്മെന്റിന് ഏറ്റവും കൂടുതൽ മതിലുണ്ടാക്കുക. ടീമാണ് നമ്മൾ എപ്പോഴും നമ്മളെ ഏറ്റവും ഇതിൽ നിങ്ങൾ നോക്കേണ്ട ഫോക്കസ് ചെയ്യേണ്ട കാര്യം ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ടീമിനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടീം ഉണ്ടാക്കിയാൽ അതുപോലൊരു സന്തോഷം, അതുപോലൊരു കാര്യം നിങ്ങൾക്ക് വേറെ ഒന്നും കിട്ടാനില്ല. ഒറ്റയ്ക്ക് ഒന്നും കിട്ടില്ല. ഒരിക്കലും ഒരു കുട്ടീനെ അമ്മയും കുട്ടിയും കൂടി ഒരു കടയിൽ പോയപ്പോൾ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കുന്നത് കണ്ട് ഈ കുട്ടി ഇങ്ങനെ മുട്ടായിന്റെ കുപ്പിയിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. മുട്ടായി കുപ്പിയിൽ നോക്കിയപ്പോ ഈ കടക്കാരൻ കണ്ട് മുട്ടായി കുപ്പിയിൽ കുട്ടി നോക്കുന്നത് കണ്ടപ്പോ ഈ കടക്കാരൻ പറഞ്ഞ്, മോനെ എന്താ നോക്കുന്നത്, മോൻ 2 മുട്ടായി എടുത്തോ പറഞ്ഞു. മോൻ മുട്ടായി എടുത്തോ പറഞ്ഞു. മോൻ തുറന്നെടുത്തോ. അപ്പൊ കുട്ടി എടുത്തില്ല. കുറെ നിർബന്ധിച്ചിട്ട് കുട്ടി ഇങ്ങനെ മുട്ടായി ഇതിലൊക്കെ നോക്കുന്നുണ്ട്. കടക്കാരൻ വീണ്ടും സാധനം കിട്ടുന്നതുകൊണ്ട് കടക്കാരൻ പറഞ്ഞു, മോനെ എടുത്തടാ മുട്ടായി എടുത്തോ പറയും. മോന് വേണ്ടത് എടുത്തോ. പക്ഷെ കുട്ടി എടുക്കുന്നേ ഇല്ല. അങ്ങനെ കടയിലൊക്കെ പൈസ കണക്കൂട്ടി കൊടുത്ത് കുട്ടീനോട് അപ്പൊ കടക്കാരൻ എടുക്കാത്തതുകൊണ്ട് കടക്കാരൻ മൂടി കൊടുത്തിട്ട് കടക്കാരൻ തന്നെ കൈകൊണ്ട് ഒരു 5-8 മുട്ടായി കുട്ടീന്റെ കയ്യിലേക്ക് എടുത്തു കൊടുത്തു. അപ്പൊ ആ കുട്ടിയെ കുട്ടി വേഗം വാങ്ങിച്ച് കുട്ടി എടുത്ത് ഇങ്ങനെ വീട്ടിൽ നടന്നു പോകുമ്പോ കുട്ടീനെ ഉമ്മ ചോദിച്ച്, അല്ല നിന്നോട് കടക്കാരൻ എത്ര പറഞ്ഞു മുട്ടായി എടുത്തോളാൻ, നീ എന്താ എടുക്കാഞ്ഞത്? അപ്പം കുട്ടി പറയാ, ഞാൻ എടുക്കുകയാണെങ്കിൽ നിന്റെ ചെറിയ കൈ കൊണ്ട് 2-3 മുട്ടായി കിട്ടുള്ളൂ. ആ കടക്കാരൻ എടുത്തിരുമ്പോ കടക്കാരന്റെ കൈ വലിയ കൈ ആയതുകൊണ്ട് കടക്കാരൻ ചിലപ്പോൾ കുറെ മുട്ടായി 8 മുട്ടായി കിട്ടിയില്ലേ, അത് കടക്കാരൻ എടുത്തോണ്ടല്ലേ. ഞാൻ എടുക്കുകയാണെങ്കിൽ മൂന്ന് മുട്ടായി എടുക്കാൻ പറ്റുള്ളൂ, കുഞ്ഞു കൈ ആയതുകൊണ്ട്. ഇതുപോലെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഈ മൈലേജ് ബിസിനസ്സിൽ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ ഒരു പരിധി ഉണ്ട്. ഒരു ടീമായിട്ട് ചെയ്യുമ്പോൾ, ഒരു ടീം വലുതാകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ടീമിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ബിസിനസ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണേണ്ടത്. ഏറ്റവും കൂടുതൽ ടീമിനെ ഡെവലപ്പ് ചെയ്യുന്നത് മാത്രമാണ്. വേറെ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ എന്ത് കാര്യത്തിനും നമുക്ക് നമ്മളെ പേടിയും മടിയാണ് നിങ്ങളെ അച്ചീവ്മെന്റുകൾ തകർക്കുന്ന ഒരു സാധനം. പേടിയും പറയാനുള്ള മടിയും, ഈ 2 സാധനങ്ങൾ നമ്മൾ അകറ്റി നിർത്താൻ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് എന്ത് ഈ ബിസിനസ്സിൽ ഉണ്ടാവുന്ന അച്ചീവ്മെന്റുകൾക്ക് ഒരു പരിധി പോലും ഉണ്ടാകും. നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് പർപ്പസിനെ പറ്റി നിങ്ങൾ എപ്പോഴും എഴുതി വെക്കുക. പർപ്പസ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം.
സ്വപ്നങ്ങൾ ഉണ്ടാവുക, ഡ്രീം ഉണ്ടാവുക, നല്ല ഡ്രീം ഉള്ളവന് മാത്രമേ ഇതിൽ സക്സസ് ആകാൻ പറ്റുള്ളൂ. നല്ല ഡ്രീം ഉള്ളവന് നല്ല സക്സസ് ഉണ്ടാവും, ഒരു തർക്കവും ഇല്ല കാര്യത്തിൽ. എന്ത് കാര്യങ്ങളും നമ്മൾ കൂട്ടത്തോടെ നിൽക്കുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. കൂട്ടത്തോടെ ടീമായി നിൽക്കുമ്പോൾ എന്ത് അച്ചീവ്മെന്റുകൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഈ മൈലേജിലൂടെ നേടാൻ പറ്റും. എന്താഗ്രഹിച്ചാലും നേടാൻ പറ്റും, ഒരു തർക്കവും ഇല്ല കാര്യത്തിൽ. കാരണം ഒറ്റയ്ക്ക്, നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി, ഒറ്റയ്ക്ക് നിന്നാൽ ഒന്നും ആവൂലെന്നേ, ഒന്നാവില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമുക്കൊരു തണുപ്പുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരു കൊള്ളി കഷ്ണം എടുത്ത് നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ ഒരു കൊള്ളി മാത്രം കത്തിച്ച് നമ്മൾ അവിടെ നിൽക്കുന്നത് ഒരു 5-8 കൊള്ളികൾ ഒന്നിച്ച് കൂട്ടിയിട്ട് അതിന്റെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു എഫക്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ. കൂട്ടത്തോടെ നിൽക്കുമ്പോൾ എന്തും കിട്ടുള്ളൂ. അതിന് ഞാൻ ബെല്ലി സാർ പറഞ്ഞ ഒരു കഥ, നിങ്ങൾ പുതിയ ആളുകൾക്ക് വേണ്ടി കഥ ഞാൻ പറഞ്ഞില്ല. കാരണം അത് കുറെ ആളുകൾ കേട്ടിട്ടുണ്ടാവും, കേൾക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒരിക്കല് ചെറുകുളം, നമ്മുടെ അവിടെ അങ്ങാടി, ചെറുകുളം അങ്ങാടി ഉണ്ട്. ചെറുകുളം അങ്ങാടിയിൽ ഞാൻ പെങ്ങളെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും പലഹാരം ഒന്നും വാങ്ങണ്ട, നമ്മൾ വേടിയും പോകുമ്പോൾ ഒക്കെ നമ്മൾ എന്തെങ്കിലും വാങ്ങല്ലോ. ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ, കുറച്ച് മുന്തിരി വാങ്ങാൻ പോയി. ഈ മുന്തിരി വാങ്ങാൻ പോയപ്പോ ഞാൻ ചോദിച്ചു, അല്ല നല്ല പച്ചമുന്തിരി ഇല്ലേ, നല്ല പച്ചമുന്തിരി കണ്ടപ്പോ ഞാൻ വാങ്ങി. കിലോ എന്താ വെച്ചു, കിലോ 160 റുപ്യാണ്. അപ്പം 160 ഭയങ്കര വിലയാണല്ലോ റഷീദേ. അപ്പൊ ഓൻ പറഞ്ഞ അപ്പുറത്തുണ്ട് കുറച്ച്, ഒരു കൊട്ടയിലുണ്ട് കുറച്ച് മുന്തിരി, നല്ല മുന്തിരി തന്നെയാ, ഈ പച്ചമുന്തിരി തന്നെ. അപ്പൊ ഈ ഓരോ സിംഗിളായി കിടക്കുക. അപ്പൊ ഞാൻ അതൊന്ന് എടുത്ത് കഴിച്ചു നോക്കിയപ്പോ നല്ല മധുരമുണ്ട്. ഞാൻ ചോദിച്ചു അതെന്താ വില? അപ്പൊ അതിന് കിലോന് 80 റുപ്യുള്ളൂ. അത് 80 റുപ്യുള്ളൂ. മറ്റേ സംഭവം എന്താ, പാളയത്തിൽ നിന്ന് ഇത് കൊലയിൽ കിട്ടിയ സാധനം തന്നെയാ. പാളയത്തിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് ഈ കൊലയിൽ നിന്ന് ഓരോന്ന് അടന്ന് വീണ് പോയത് അതിന് പോകുന്നു. അല്ലാണ്ട് വേറെ ഒരു ഡാമേജിന് പറ്റിയിട്ടില്ല. പക്ഷെ ആ കൊലയിൽ നടന്നു പോയപ്പോ അതിന് 80 റുപ്യായി, കൊലയിലുള്ളപ്പോ 160 റുപ്യായി. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ വിലയിടിയ, അല്ലെ നമ്മൾ ചെറുതായി പോവുക, നമ്മൾ കൂട്ടത്തോടെ നിൽക്കാണക്കും. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് നമുക്ക് വിലയില്ല നടക്കുന്നത്. കൂട്ടത്തോടെ നിൽക്കുമ്പോൾ നമുക്ക് വിലയുണ്ടാവും. അതാണ് നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എപ്പോഴും നമ്മളെ ടീമിന്റെ കൂടെ നിൽക്കുമ്പോഴേ നമുക്ക് അതിന്റെ ഗുണമുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സിംഗിളായിട്ട് നിന്നിട്ട് നമുക്ക് കാര്യമില്ല. ഈ ബിസിനസ്സിൽ നമ്മൾ ടീം ഡെവലപ്പ് ചെയ്യുക, ടീം സെറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അല്ലാണ്ട് വേറെ എക്സ്ട്രാ പണികളൊന്നുമില്ല. കമ്പനി പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്, അത് അതേമാതിരി ചെയ്തു പോവുക, അച്ചീവ്മെന്റുകൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളതെന്നാണ് എനിക്ക് ഇങ്ങോട്ട് ഏറ്റവും ഇതിൽ പറയാനുള്ളത്. ഇവിടെ കിട്ടുന്ന ചെറിയ വരുമാനങ്ങളൊക്കെ നാളേക്ക് നമ്മളെ വലിയ വരുമാനങ്ങളാണ്. ചെറിയ 450 കിട്ടിയ അതിന്റെ കൂടെ 0.000 എത്ര 0 ചേർക്കാനും കിട്ടിയ ഒരു ബിസിനസ് അവസരമാണ് നമുക്ക് കിട്ടിയെന്നുള്ളത് കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു ബിസിനസ്സിലെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാല്, ഞാൻ പറയില്ലേ, നമ്മൾ എന്താണോ സെറ്റ് ചെയ്യുമ്പോൾ, ഒരു കാറോ ഒരു ഇതോ എന്ത് നിങ്ങൾ സെറ്റ് ചെയ്യുന്നോ അതൊക്കെ നിങ്ങൾക്ക് നേടാൻ പറ്റുന്നില്ല. എന്റെ അനുഭവത്തിൽ ഞാൻ ഈ ബിസിനസ്സിൽ വരുന്നപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ആക്സസ് എടുത്ത ഞാൻ ഇന്ന് 1,70,000 റുപ്യന്റെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിയതിന് ശേഷം, ഇപ്പൊ STC ആയതിനു ശേഷം ഞാൻ എന്റെ ഒരു വണ്ടി ഒരു 12 ലക്ഷം റുപ്യന്റെ എക്സ്ട്രാ എക്സസ് എന്ന കാറിലേക്ക് എനിക്ക് മാറാൻ പറ്റിയത് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഈ ഒരു കമ്പനി എനിക്ക് അനുഗ്രഹിച്ചു തന്ന ടീമും ഈ ഒരു ബിസിനസിന്റെ പവർ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ അറിയിക്കുക. കാരണം എന്റെ മോനെ ഏറ്റവും വലിയ ആഗ്രഹം ഇനി സൺറൂഫ് ഉള്ള ഒരു കാർ വേണമെന്ന്. സൺറൂഫ് ഉള്ള കാർ ഞാൻ അന്നൊക്കെ അവനോട് പറയുന്നടാ, സൺറൂഫ് ഉള്ള കാറിനൊക്കെ ഭയങ്കര പൈസയാടാ, അതൊക്കെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാ മുന്നോട്ട് പോവുക, ഇതൊക്കെ പറഞ്ഞിങ്ങനെ പറയുന്നത്. പക്ഷെ എനിക്ക് ഈ ബിസിനസ്സിൽ വന്നപ്പോഴാണ് ഹുണ്ടായി ആസ്ട്രോ എന്ന് പറഞ്ഞ ഒരു സൺറൂഫ് കാറിലേക്ക് എനിക്ക് മാറാൻ പറ്റും, ഫുൾ ഓപ്ഷൻ കാറിലേക്ക് എനിക്ക് മാറാൻ പറ്റിയത് ഈ ബിസിനസ്സിൽ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നുകൊണ്ട് മാത്രമാണ്. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ അത് നേടാൻ പറ്റിയ ഒരു അവസരത്തിലാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെ എത്തിപ്പെട്ടത്. അതിന് ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട്, നിങ്ങളെ കൈപിടിച്ച് വന്ന നിങ്ങളെ അപ്ലൈനോട് നന്ദി പറഞ്ഞുകൊണ്ട് ആരെയും ഈ ബിസിനസ്സിൽ കാത്തിരിക്കാതെ, ഇത് എന്റെ സ്വന്തം ബിസിനസ് ആണെന്ന് കരുതി, ഇത് നമ്മുടെ സ്വന്തം ബിസിനസ്, ആരെയും ബിസിനസ് അല്ല. നമ്മളെ ദിവസം മോർണിംഗ് മീറ്റിലേക്ക് ലീഡേഴ്സ് ഒക്കെ വിളിക്കുന്ന സമയത്ത് നമുക്ക് തുടക്കത്തിലൊക്കെ നമുക്ക് ഭയങ്കര വിഷമവും വെറുപ്പൊക്കെ ഉണ്ടാവും. എന്റെ ലീഡർ എന്നെ വിളിക്കുമ്പോൾ, സതീഷ് സാർ ഉളവപ്പാറ ദിവസം എന്റെ വീട്ടിലേക്ക് വന്ന് ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുമ്പോൾ ഒരുപാട് ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ വൈഫിനോട്, ഇയാളെ ശല്യം നടക്കും, നേരത്തെ ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല, ഒരു ഉടുപ്പില്ലാത്ത മനുഷ്യനാണല്ലോ ഇയാൾ, ചോദിക്കുകയും വിളിക്കുകയും ഒന്നും പറയാണ്ട് പുറലേക്ക് കയറി വരിക, ഇതൊക്കെ പറഞ്ഞ് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ദൈവത്തിനോട് എന്റെ പ്രാർത്ഥനയിൽ അയാളോട് ഞാൻ പറയും, അയാൾക്ക് നല്ലത് വരണമെന്ന്. കാരണം അയാൾ ആ ഒരു ഫോളോ അപ്പ് ആണ് ഞാൻ ഇന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത് ബിസിനസ് നിൽക്കുന്നു, എനിക്ക് വരുമാനം ഉണ്ടാവുന്നു, ഞാൻ നേട്ടങ്ങളിലേക്ക് എത്തുന്നതൊക്കെ. ഒരു STC റാങ്കിൽ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ ആ നേട്ടങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഇതിന്റെ ഒരു നേട്ടങ്ങളായിട്ട് ഞാൻ കാണുന്നത്. ഇനിയും ഇതൊന്നും അല്ല നമുക്ക് മൈലേജിൽ കിട്ടാൻ പോണ നേട്ടങ്ങൾ.
ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളിലൊക്കെ എത്താൻ പറ്റുന്നത് യാതൊരു തർക്കമില്ല കാര്യത്തിൽ. നിങ്ങൾ അപ്ലൈ നിങ്ങളോട് എന്ത് പറയുന്നുണ്ടോ, നിങ്ങളെ ശല്യപ്പെടുത്തുന്നുണ്ടോ, അത് നാളേക്ക് നിങ്ങൾക്കുള്ള ഗുണമാണ് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ കുടുംബത്തിൽ ഒരാൾ, സുഹൃത്തുക്കളെ, ഒരാൾ പോലും നമ്മുടെ കുടുംബത്തിൽ നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളെ വന്ന് തള്ളാൻ വരില്ല. അല്ല ഈ പണിക്ക് പോകില്ല, എന്താണ് അങ്ങനെ കിടന്നുറങ്ങുന്നത്, നിന്റെ പോകത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇങ്ങനെ പോകേണ്ട നടക്കൂലട്ടോ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നമ്മുടെ കുടുംബത്തിന് അവനെന്താ സുഖമില്ല, കിടന്നോട്ടെ എന്ന് പറഞ്ഞ് പോകുന്നല്ലാതെ നമുക്കൊരു വരുമാനത്തിലേക്ക് എത്തിക്കാൻ ഒരു കുടുംബത്തിൽ ഒരു കുട്ടി പോലും വരില്ല സാറേ. നിങ്ങൾക്ക് നിങ്ങളെ കൂടെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാനും നിങ്ങളെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നിങ്ങളെ ലീഡേഴ്സ് നിങ്ങളെ അപ്ലൈനും വന്ന് തള്ളുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങൾ തിരിച്ചറിവ് നിൽക്കണ്ടായാൽ മാത്രം മതി. അത് നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ്. അതാണ് ഏറ്റവും വലിയ ബ്ലസ്സസ്, നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബ്ലസ്സസ് അതാണ്. നമ്മുടെ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന നമുക്ക് ഏറ്റവും വലിയ കാര്യം നമ്മളെ ലീഡ്, നമ്മൾ നോക്കാനും നമ്മളെ അറിയാനും നമ്മളൊരു പണക്കാരനാക്കാനും ഒക്കെ ഒരാൾ ബാക്കിൽ നിന്ന് പിന്നിൽ ഒരു ശക്തി തള്ളുന്നുണ്ടെന്നുള്ള ഭാഗ്യമാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബ്ലസ്സസ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ അപ്ലൈനോട് എപ്പോഴും നമ്മൾ നന്ദി ഉള്ളവനാകുക. എപ്പോഴും നമ്മൾ ഓരോ രീതിയിലെത്തുമ്പോൾ നമ്മളെ കമ്പനി അല്ലെ നമ്മളെ നമ്മളെ അപ്ലൈന് നമ്മൾ മറക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അച്ചീവ്മെന്റുകൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ പറ്റുന്ന കാര്യം യാതൊരു തർക്കമില്ല. ഒരാളെ പോലും നിങ്ങൾ ഈ ബിസിനസ്സിൽ നിങ്ങളെ വെറുപ്പും നിങ്ങൾ സമ്പാദിക്കാണ്ട് നല്ല ടീമായിട്ട് നല്ല സ്നേഹത്തോടെ നിങ്ങളെ കൂടപ്പറപ്പോടെ കൂടെ വന്നവനെ കൂടപ്പറപ്പായി കാണുന്ന ബിസിനസ്സാണ് മൈലേജ് നമ്മളെ ഞാൻ കേട്ടത്. കൂടെ വന്നവനെ കൂടപ്പറപ്പായി കാണാൻ, നമ്മളെ കൂടെ വന്നവൻ ആരൊക്കെ ആയിക്കോട്ടെ, അവൻ എന്ത് ആളായിക്കോട്ടെ, അയാളൊക്കെ നമ്മൾ ആ സാഹചര്യങ്ങളൊക്കെ മാറ്റിയെടുത്ത് അയാളെ വിജയിപ്പിക്കാനുള്ള ഒരു യജ്ഞത്തിൽ നമ്മൾ പങ്കാളികളാകുമ്പോൾ നമുക്ക് ദൈവം തന്നെ നമുക്ക് എക്സ്ട്രാ ഒരു ബ്ലസ്സസ് നമുക്ക് തരും. കാരണം ഏതൊരു വരുമാനം ഇല്ലാത്തവന് വരുമാനം ഉണ്ടായി കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് നമ്മൾ കൈപിടിച്ചു കൊണ്ടുപോകുന്നത്. ആരെയും നമ്മൾ തകർക്കാനോ ആരെയും നമ്മൾ ഇല്ലാതെയും ചെയ്യാനോ നമ്മൾ ബിസിനസ് ചെയ്യുന്നില്ല. പല ബിസിനസ്സും നമുക്ക് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാം, പല കമ്പനികൾ വന്നിട്ട് പലരും പൈസ വാങ്ങി പൊട്ടിച്ച് നശിപ്പിച്ച് പലരും ശാപവാക്കം കേട്ടിരിക്കുക. പക്ഷെ മൈലേഷൻ നിങ്ങൾക്ക് ഒരു ഉറുപ്പ്യ പോലും ഒരാളത് പോലും നഷ്ടപ്പെടുത്തണ്ട. ഒരു ഉറുപ്പ്യ ഒരാളത് പോലും ഒരാളെ ഒരു കണ്ണീര്, ഒരു തുള്ളി കണ്ണീര് നമുക്ക് ഇതിൽ വരുത്തണ്ട. കാരണം മൈലേഴ്സിലെ ഈ ബിസിനസ്സിൽ നമ്മൾ അവരെ കണ്ണീര് ഒപ്പാനാണ്, അല്ല കണ്ണീര് വീഴ്ത്താനല്ല എന്ന് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുക. ഇങ്ങനെ ഈ ബിസിനസ്സിൽ നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പോയിന്റ്. ഞാൻ അവസാനമായി പറയുന്ന പോയിന്റ് തിരിച്ചറിവ്. നമുക്ക് ഉണ്ടാവുന്ന ഒരു സ്കൂളിൽ പോലും ഒരു കോളേജിൽ പോയാലും കിട്ടാത്ത ഒരു സാധനമാണ് തിരിച്ചറിവ്. അത് നമ്മൾ അനുഭവത്തിൽ കിട്ടുന്ന, ഈ അനുഭവത്തിൽ കിട്ടുന്ന തിരിച്ചറിവ് ഉണ്ടാകുന്ന കുറെ മനുഷ്യരാണ് നമ്മളൊക്കെ. ആ തിരിച്ചറിവുള്ള മനുഷ്യന്മാർക്ക് ഇനി തിരിച്ചറിവില്ലാത്ത കുറെ ആളുകൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അവരെയും കൂടി നമുക്ക് ഈ തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കുന്ന പണി നമുക്ക് അനുഭവങ്ങൾ കൂടി കൊടുക്കാം, നമ്മളെ എക്സ്പീരിയൻസ് കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ ബിസിനസ് കൂടെ അച്ചീവ്മെന്റുകൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്. ഇന്ന് ഒരുപാട് പറയാനൊക്കെ, പക്ഷെ കുറച്ച് സമയങ്ങളുള്ളത് കൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇത് നല്ല കുറെ കാര്യങ്ങളുണ്ട്, പക്ഷെ നമുക്കൊരു അരമണിക്കൂറുണ്ടോ 3/4 മണിക്കൂറുണ്ടോ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇനിയും ടീമിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ വന്നിട്ട് നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെയും പറയാൻ പറ്റും. ഒരവസരത്തിൽ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അപ്പൊ എന്തായാലും സമയം നമുക്ക് ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ ബിസിനസ്സിൽ കൂടെ നിങ്ങൾ ഇന്ന് വന്ന മോർണിംഗ് മീറ്റിൽ വന്ന് എന്റെ വാക്കുകൾ കേട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് ഒരു മനസ്സിലാക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ലൈഫിൽ ഈ ഒരു ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് പകർത്താൻ പറ്റിയാൽ ഇതിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്നും ഞാൻ കരുതും. അപ്പൊ എല്ലാവർക്കും ഇന്ന് വന്ന എല്ലാവർക്കും നിങ്ങളുടെ ടീമുകളിൽ എല്ലാവർക്കും ഒരുപാട് അച്ചീവ്മെന്റുകൾ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മലേഷ്യ. താങ്ക് യു.